ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മ്യൂസിക് തെറാപ്പി പാട്ടുവിശേഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇന്നത്തെ പാട്ടുവിശേഷത്തില് നമ്മുടെ ഓർമ്മപ്പാട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മ്യൂസിക്കും ഓർമ്മകളും തമ്മിലുള്ള ബന്ധം, അതിന്റെ രണ്ടാമത്തെ പാട്ട് ജോസഫ് ജോൺ സാറിലൂടെ നമുക്ക് കേൾക്കാം. പറ്റുമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ തിരതല്ലി വരുന്ന പാട്ടുകളൊക്കെ നമുക്കൊന്ന് പാടാനും ശ്രമിക്കാം. സോ ഇന്നത്തെ ദിവസം എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ നാഥനായ ജോസഫ് ജോൺ സാറിനെയും ക്ഷണിക്കുകയാണ്. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. സർവീസിന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുസ്ഥാനികൾക്കും, സുഹൃത്തുക്കൾക്കും, പാട്ടുകാർക്കും, കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓർമ്മയെക്കുറിച്ചാണ് സംസാരിച്ചത്. മ്യൂസിക്കും ഓർമ്മയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് നമുക്ക് ഒരുവിധം ധാരണയൊക്കെയായി, എല്ലാം അറിയാം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ അറിയാം, കുറച്ച് ഐഡിയ ഉണ്ട് അല്ലെ മ്യൂസിക്കിനെ കുറിച്ച്. ഓർമ്മയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു. അതൊന്ന് റീക്യാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിന്ന് ഇന്നത്തെ സെഷനിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മതിയല്ലോ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സെഷനിൽ ഇല്ലാത്തവർക്കും അത് പ്രയോജനമായിരിക്കും, ഉള്ളവർക്കൊന്ന് ഓർമ്മിച്ചെടുക്കാൻ ഒന്നാകും. എന്താണ് ഓർമ്മ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുക മെമ്മറി. എന്താണ് മെമ്മറി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എബിലിറ്റി ടു റിമെമ്പർ. ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു റിമെമ്പർ. അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഡെഫിനിഷൻ പറഞ്ഞു. ദ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു record, retain and reproduce the same information. ഒരിക്കൽ നമുക്കുണ്ടായ അറിവ് അല്ലെങ്കിൽ അനുഭവം റെക്കോർഡ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പിന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുക ആവശ്യമുള്ളപ്പോൾ. രണ്ട് ആസ്പെക്ട്സ് ആണ് അതിൽ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, എ പ്രോസസ് ബൈ വിച്ച് ന്യൂലി അക്വയർഡ് ഇൻഫർമേഷൻ ഈസ് സ്റ്റോർ ചെയ്യുന്നു, പിന്നെ അത് തിരിച്ചെടുക്കും, ആവശ്യമുള്ളപ്പോൾ അത് റിട്രീവ് ചെയ്യുന്നു. ഈ രണ്ട് പ്രോസസ്സാണ് മെമ്മറിയിൽ ഉള്ളത്. ഇതിൽ 3 സ്പെസിഫിക് പ്രോസസ്സസ് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു. 3 പ്രോസസ്സുകൾ ഇൻവോൾവ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഓർത്ത് പറയാമോ? രാജീവ് ഫിലിപ്പ് സാർ ഇല്ല, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. തോമസ് എബ്രഹാം സാർ പറയും. എൻകോഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ്. റിട്രീവിംഗ് അല്ലെങ്കിൽ തിരിച്ചെടുക്കുക, റീകോൾ. എൻകോഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തത് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. മെമ്മറി ഈസ് ദ ഫാക്കൽറ്റി ഓഫ് ദ മൈൻഡ് ബൈ വിച്ച് ദ ബ്രെയിൻ encodes, stores and retrieves information. 3 types of memory ഉണ്ടല്ലോ. അത് ആരാണെന്ന് ഓർത്തെടുത്ത് പറയുക. 3 types of memory നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വേറെ ഷോർട്ട് ടൈം, ലോങ് ടൈം, സെൻസറി മെമ്മറി. അതാണ് ഒന്നാമത്തെ. സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്? ഇൻഫർമേഷൻ എൻറ്ററിങ് ത്രൂ ദ സെൻസറി സിസ്റ്റം. ഏതൊക്കെയാണ് സെൻസസ്? 5 സെൻസസ് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി. ആദ്യത്തെ സെൻസറി മെമ്മറിയാണ്. അത് സെൻസറി സിസ്റ്റത്തിലൂടെ നമ്മളിൽ കിട്ടുന്നു. കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, സ്മെല്ലിലൂടെ, സ്പർശത്തിലൂടെ ഒക്കെ നമുക്ക് നമ്മളിലേക്ക് വരുന്ന, എൻറ്റർ ചെയ്യുന്ന മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി.
ആ പേര് അല്ല, സോറി, സെൻസറി മെമ്മറി. പേര് പറയുന്നത് പോലെ ദാറ്റ് ഈസ് മൊമെന്ററി. അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ബ്രീഫ് ഇംപ്രഷൻസ്. ബ്രീഫ് ഇംപ്രഷൻസ് ആണ്. പിന്നെ അടുത്തത് ഷോർട്ട് ടേം സെൻസറി മെമ്മറി ഈസ് ഹൈലി ട്രാൻസിറ്ററി. അങ്ങനെ അത് അധികം നിൽക്കത്തില്ല, വന്ന് പോവാ, ഫ്ലാഷിംഗ് ആണ് എന്ന് പറയാം, അല്ലേ? വി മേ നോട്ട് ഈവൻ ബി കോൺഷ്യസ്ലി അവെയർ ഓഫ് ദി മെമ്മറി. ഈ മെമ്മറിയെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ അവെയർ പോലും ആയിരിക്കത്തില്ല, ജസ്റ്റ് കാണുക, കേൾക്കുക, സെൻസസിലൂടെ വന്ന് പോകുന്നു. ഇംപ്രഷൻസ് ഓൺലി. സെൻസറി രജിസ്റ്റേഴ്സ് എന്നും പറയാം ഇതിന്. മോസ്റ്റ് പ്രിമിറ്റീവ് ഫോം ഓഫ് മെമ്മറി അതാണ് സെൻസറി. The stimuli that we first receive are momentarily retained in the sensory memory. Momentarily ആണ് റീറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ അതിന് അറ്റൻഷൻ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ what happens? That will go to the short term memory. അല്ലെങ്കിൽ അത് വന്നു പോയി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഓരോ നിമിഷവും നമ്മൾ കാഴ്ചയിലൂടെ കേൾവിയിലൊക്കെ എന്താണ് സെൻസറി മെമ്മറി അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഈ സെൻസറി മെമ്മറിയിൽ നോ ഓർഗനൈസേഷൻ ഓർ കാറ്റഗറൈസേഷൻ ടേക്ക് പ്ലേസ്. ബേസിക് പർപ്പസ് ഓഫ് സെൻസറി മെമ്മറി ഈസ് ടു ഹോൾഡ് സെൻസറി impressions just long enough for transferring important features of the information to the next system. അടുത്ത സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ വേണ്ടി മാത്രം ആണ് സെൻസറി മെമ്മറിയുടെ ഫങ്ഷൻ. അതുവരെ ഉള്ളൂ. നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, അറ്റൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ, they may just be forgotten within a second or two. സെക്കൻഡുകൾ കൊണ്ടത് മറന്നു മാഞ്ഞു പോകും, ഡീക്കേ ചെയ്യും. If attended, പറഞ്ഞു, it will get transferred to the short term memory. ഷോർട്ട് ടൈം മെമ്മറി പറയുന്ന പോലെ വലിയ കപ്പാസിറ്റി ഉള്ളതൊന്നും അല്ല. സെൻസറി മെമ്മറി ആർ ബേസ്ഡ് ഓൺ സെൻസറി മൊഡാലിറ്റീസ്. സെൻസറി മൊഡാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസസിലൂടെ വരുന്ന എന്താണ് ഇൻഫർമേഷൻ എന്ന് മാത്രം കരുതും. അതിൽ പ്രധാനമായും രണ്ടെണ്ണം ഉള്ളത് നമ്മൾ പറഞ്ഞു. ഒന്ന് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി. വിഷ്വലിന് ഐക്കോണിക് എന്നും പറയും, ഓഡിറ്ററിക്ക് എക്കോണിക് എന്നും പറയും. വിഷ്വൽ ആസ് വി നോ ഇമേജസ്, ഓഡിറ്ററി ഓഡിറ്ററി ഇൻഫർമേഷൻ ആഫ്റ്റർ ഇമേജസ്, കണ്ടതിന് ശേഷമുള്ള ആ ശബ്ദം കൊണ്ടുള്ളത്. സെൻസറി മെമ്മറി അതിൽ എന്തൊക്കെയുണ്ട്? ഐക്കോണിക് ആൻഡ് എക്കോണിക്. മെയിൻ പറഞ്ഞു, ഫങ്ഷൻസ് ടു റിറ്റെയിൻ ഇൻഫർമേഷൻ ടെമ്പറലി ഫോർ പോസിബിൾ ഫർദർ പ്രൊസീഡിങ്സ്. ഒരു താൽക്കാലിക ഒരു താവളം മാത്രമാണ് സെൻസറി മെമ്മറി. അതിൽ ബ്രീഫ് ഇംപ്രഷൻസ് ആണെന്ന് പറഞ്ഞു. ദ വേസ് ഇൻ വിച്ച് ദ ബോഡി റിസീവ്സ് സിഗ്നൽസ് ഫ്രം ദ എൻവയൺമെന്റ്, അല്ലെ, പ്രകൃതിയിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നത് ത്രൂ സെൻസസ്. 5 സെൻസസ് ഏതാണെന്നറിയാം? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് വന്നാലോ, ഈ സെൻസറി മെമ്മറിയിൽ അറ്റൻഡ് ചെയ്യപ്പെടാത്ത, ശ്രദ്ധിക്കപ്പെടാത്ത, പ്രത്യേക പരിഗണന കൊടുക്കാത്ത കാര്യങ്ങൾ അവിടെ വാനിഷായി പോകും. പ്രത്യേക അറ്റൻഷൻ കൊടുക്കുന്നവയോ ദാറ്റ് വിൽ കം ടു ദി ഷോർട്ട് ടേം മെമ്മറി. അതൊരു ഇന്റർമീഡിയറ്റ് എന്ന് പറയാം ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിൽ, ഏതിൻ്റെയൊക്കെ ഇടയ്ക്കായിരിക്കും ഇന്റർമീഡിയറ്റ് ആയിരിക്കുക? സെൻസറി മെമ്മറിയുടെയും ലോങ് ടേം മെമ്മറി ഒരു താവളമാണത് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. അൺലെസ് ആക്റ്റീവ് എഫേർട്ട് ഈസ് ടേക്കൻ ടു ഹോൾഡ് ദ ഇൻഫർമേഷൻ ഇൻ കോൺഷ്യസ്നെസ്, വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ ഈ ഷോർട്ട് ടേം മെമ്മറിയും ഫേഡ്സ് അവേ വിത്തിൻ 20 സെക്കൻഡ്സ്. 20 സെക്കൻഡിനുള്ളിൽ ഷോർട്ട് ടേം മെമ്മറി വാനിഷാകും. അത് കുറച്ചെങ്കിലും നിലനിൽക്കണമെങ്കിൽ വി ഷുഡ് ഗിവ് പ്രോപ്പർ അറ്റൻഷൻ, അതിന് ശ്രമം കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കുക? റിപ്പീറ്റഡ്ലി റിഹേഴ്സ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എങ്ങനെയാണ് ഒരു ഫോൺ നമ്പർ ഓർത്തിരിക്കുക.
അത് റിപ്പീറ്റഡ്ലി റിഹേഴ്സ് ചെയ്തുകൊണ്ടാണ്, അല്ലെ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. നമ്മളത് ബോധപൂർവം പഠിക്കുന്നത് കൊണ്ടാണത് ഓർത്തിരിക്കുന്നത്. Short-term memory can hold 7 items or chunks of unrelated information on the basis of how it sounds. Acoustic. ചങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്. ഷോർട്ട് ടേം മെമ്മറിയുടെ ഒരു യൂണിറ്റ് എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. ഷോർട്ട് ടേം മെമ്മറിയിൽ അക്കോസ്റ്റിക്, വിഷ്വൽ ആൻഡ് സീമാൻറ്റിക് കോഡിംഗ് നടക്കുന്നുണ്ട്. അക്കോസ്റ്റിക് നമുക്കറിയാം സൗണ്ട് ബേസ്, വിഷ്വൽ സൈറ്റ് ബേസ്, കാഴ്ച, ആൻഡ് സീമാൻറ്റിക് കോഡിംഗ് അർത്ഥത്തെ അത് മനസ്സിലാക്കിക്കൊണ്ട്, മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ് സീമാൻറ്റിക് കോഡിംഗ്. അക്കോസ്റ്റിക് വിഷ്വൽ. അക്കോസ്റ്റിക് വിഷ്വൽ നമുക്കറിയാം സെൻസറി മെമ്മറിയിൽ ഉണ്ട്, അല്ലെ? സെൻസറി മെമ്മറിയിലും നമ്മളത് പറഞ്ഞതാണ്, സൗണ്ടും സൈറ്റും. അതുപോലെ ഇവിടെ കൂടുതൽ വരുന്നത് സീമാൻറ്റിക്, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, ഐഡിയ മനസ്സിലാക്കിക്കൊണ്ട്, ആശയം മനസ്സിലാക്കിക്കൊണ്ടുള്ള മെമ്മറി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഷോർട്ട് ടേം മെമ്മറിയിലും ഫോർഗെറ്റിംഗ് സംഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് പറയാമോ? ഒന്ന് ഊഹിച്ച് പറയാമോ? എന്തുകൊണ്ടായിരിക്കും ഷോർട്ട് ടേം മെമ്മറിയിലും മറവി, അല്ലെ ഡീകെ അല്ലെങ്കിൽ ഡീജനറേഷൻ സംഭവിക്കുന്നത്? സെക്കൻഡറിയിലേക്ക് ചെല്ലാത്തതുകൊണ്ടാണ്. പ്രോപ്പർ കോഡിങ് നടക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ കോഡിങ് കൊണ്ട്. എങ്ങനെയാണ് നമ്മളത് കോഡ് ചെയ്തു, എങ്ങനെ ശേഖരിച്ചു എന്നുള്ളത് പ്രോപ്പർ അല്ലെങ്കിൽ സംഭവിക്കാം. പിന്നെ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ അത് ഓർത്തിരിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്യാതിരുന്നാലും ഡീകെ, അല്ലേ? എന്താണ് അത് ചെയ്യണമെന്ന് പറഞ്ഞത്? റിപ്പീറ്റ് ആൻഡ് റിഹേഴ്സ്. അല്ല സാർ, നമ്മുടെ ഫോക്കസ് ഷോർട്ട് ടൈം മെമ്മറിക്ക് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഫോക്കസ് ഇല്ലെങ്കിൽ, അത് മാത്രം ശ്രദ്ധിച്ചു വരുമ്പോൾ ഷോർട്ട് ടൈം മെമ്മറി കൂടുന്ന ഞാൻ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഷോർട്ട് ടൈം മെമ്മറി കൂടും. കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ, ഒരു ഫോൺ നമ്പർ ഓർത്തിരിക്കാനായിട്ട് ബോധപൂർവം ശ്രമം നടത്തണം, അതിന് അറ്റൻഷൻ കൊടുക്കണം, ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലോ ആ ഫോൺ നമ്പർ ഈ സെൻസറി മെമ്മറി പോലെ തന്നെ പോകും. നമ്മൾ എത്രയോ ഫോൺ നമ്പർ കാണുന്നുണ്ട്, ഇല്ല? നമ്മുടെ ഫോണിൽ എത്രയോ ഫോൺ നമ്പർ ഉണ്ട്. പക്ഷെ ഏതിലും ഒരെണ്ണത്തിനെ നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് റിഹേഴ്സ് ചെയ്യുമ്പോൾ ആണെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ലോങ് ടൈം മെമ്മറിയിലേക്ക് വരാം. സെൻസറി മെമ്മറി കഴിഞ്ഞു, ഷോർട്ട് ടൈം മെമ്മറി കഴിഞ്ഞു, ലോങ് ടൈം മെമ്മറി. എൻകോഡിംഗ് ഓഫ് പ്രൊസീജിയറൽ ആൻഡ് ഡിക്ലറേറ്റീവ് മെമ്മറീസ് ടേക്ക് പ്ലേസ് ഹിയർ. പ്രൊസീജിയറൽ എന്ന് പറയുമ്പോൾ സ്കിൽ ബേസ്ഡ് ആണ്. പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ എൻകോഡ് ചെയ്യുന്നതാണ്. ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാലോ സ്റ്റേറ്റ്മെന്റ് പോലെ അല്ലെങ്കിൽ ആശയം പോലെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യപ്പെടുന്നു, ഡിക്ലറേഷൻ നടത്തുന്നു, അല്ലേ? അറിയാം. ടേക്ക് പ്ലേസ് ഹിയർ. ഫോർഗെറ്റിംഗ്. ഇവിടെ ഫോർഗെറ്റിംഗ് എങ്ങനെയാണ് സംഭവിക്കുക? ലോങ് ടൈം മെമ്മറിയിൽ ഇന്റർഫറൻസ്, വേറെ എന്തെങ്കിലും ഔട്ട്സൈഡ് ഇന്റർഫറൻസ് ഉണ്ടായാൽ റിട്രീവൽ ഫെയിലിയർ, നമുക്കത് റിട്രീവ് ചെയ്യാനുള്ള പറ്റാതെ വരിക, അതിനൊരു പരാജയം സംഭവിക്കുക ഒക്കെ കൊണ്ടാണ് ഇവിടെ ലോങ് ടൈം മെമ്മറിയിൽ ഫോർഗെറ്റിംഗ് സംഭവിക്കുക. The information remembered more than 20 seconds move to long term memory. ഷോർട്ട് ടൈം മെമ്മറിയിൽ നമ്മൾ പറഞ്ഞു 20 സെക്കൻഡ് വരെയുള്ള അതിന് ലൈഫ് എന്ന് പറഞ്ഞു. പക്ഷെ അതിലപ്പുറം നമ്മൾ അതിനെ ചെയ്യുവാണെങ്കിൽ that will come to long term മെമ്മറിയിലേക്ക് വരും. Information from the short term memory. Information from the short term memory is repeatedly rehearsed. ഷോർട്ട് ടേം മെമ്മറിയിലുള്ള ആ ഇൻഫർമേഷൻ നമ്മൾ റിപ്പീറ്റഡ്ലി റിഹേഴ്സ് ചെയ്താൽ, പർപ്പസ്ഫുള്ളി അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയാൽ that will come to long term memory. ലോങ് ടേം മെമ്മറിയാണ് നമ്മുടെ അസറ്റ് എന്ന് പറയും, അല്ലേ? ഇൻഫർമേഷൻ ഇവിടെ എത്ര കാലം ഇരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് ലോങ് ടൈം മെമ്മറിയിൽ എത്ര കാലം ഈ ഇൻഫർമേഷൻ ഉണ്ടാവും? ഫോർ എ ലോങ് ടൈം.
അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ്ലി എന്ന് പറയാം. കുറേ ലോങ് ടൈം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കാം, ചിലപ്പോൾ ദിവസങ്ങളായിരിക്കാം, ഒരു ലൈഫ് ടൈം ആയിരിക്കാം. അപ്പോൾ ലോങ് ടൈം മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് മറന്നു പോവാം, അല്ലെങ്കിൽ ഡേയ്സ് കഴിഞ്ഞ് മറന്നു പോവാം. നമുക്കത് റിട്രീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് അവിടെ കാണുമെന്നുള്ളതാണ്. When retrieved from long-term memory, it passes through short-term memory. റിട്രീവ് ചെയ്യപ്പെടുമ്പോൾ അത് ഷോർട്ട് ടൈം മെമ്മറിയിലൂടെയാണ് നമ്മളിലേക്ക് വീണ്ടും വരുന്നത്. എന്തൊക്കെയാണ് കുഴപ്പം ഇവിടെ ലോങ് ടൈം മെമ്മറിയിൽ ഉണ്ടാക്കുന്നത് നോക്കാം. പുവർ എൻകോഡിങ്. വേണ്ട രീതിയിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുക, വേണ്ട രീതിയിൽ എൻകോഡ് ചെയ്യുക. എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷനെ നമ്മുടെ ബ്രെയിനിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. പുവർ എൻകോഡിങ് ആണെങ്കിലോ ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിലോ forget ചെയ്യും ലോങ് ടൈം മെമ്മറി. ഇപ്പൊ ലോങ് ടൈം മെമ്മറി ഒരു ജയന്റ് സ്റ്റോർ ഹൗസ് പോലെയാണെന്ന് പറഞ്ഞു. അവിടെ എന്തൊക്കെയാണുള്ളത്? ഇഷ്ടംപോലെ വിവരശേഖരമാണ്, ഫാക്ട്സ്, ദെൻ ഫീലിങ്സ്, നമുക്കുണ്ടായിട്ടുള്ള വികാരങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ദെൻ ഇമേജസ്, സ്റ്റാച്യൂസ്, ഇമേജസ്, വിഷ്വൽസ് ഒക്കെ ഉണ്ട്. സ്കിൽസ്, ഒരു ഡ്രൈവിംഗ് സ്കില്ല് പഠിച്ചെങ്കിൽ അത് അവിടെ ഉണ്ട്. ടൈപ്പ് ചെയ്യാനുള്ള സ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്കിൽസ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, മനോഭാവം. മനോഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? പറ്റിൽ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കില്ല. കാരണം കൂടുതൽ അറിവുകൾ കിട്ടുമ്പോൾ, ഒരു കൂടുതൽ അനുഭവങ്ങൾ കിട്ടുമ്പോൾ പറ്റിൽ ചേഞ്ച് അല്ലേ? പക്ഷെ ഇതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ടൈം മെമ്മറി ഈസ് എ ജയന്റ് സ്റ്റോർ ഹൗസ് വിത്ത് ഫാക്ട്സ്, feelings, images, skills, and attitudes. Long-term memoryയുടെ functions നോക്കാം. Stores information from the past experience. Store ചെയ്യുന്നു. Then deals with new information. ഇതിന്റെ പ്രത്യേകത എന്താണ്? Deals with new information. Process new information. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. റീഡിൻറ്റഗ്രേറ്റീവ് മെമ്മറി. റീഡിൻറ്റഗ്രേറ്റീവ് മെമ്മറി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ല. അതെന്താണ് സംഭവിക്കുക? ഇൻഫർമേഷൻ ഇൻ ദ ലോങ് ടേം മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് നെറ്റ്വർക്ക് ഓഫ് ലിങ്ക്ഡ് ഐഡിയാസ്. ഐഡിയാസ് ആണ്. ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് ലിങ്ക് ഐഡിയാസ്. അതെങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര സുതാര്യമായി, അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ, നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണത് നെറ്റ്വർക്ക് ഫോം ചെയ്തിരിക്കുന്നത്. ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ഇതെങ്ങനെയാണ് ഈ ഓർമ്മയൊക്കെ പുറകെ വരിക എന്നുള്ളത്. റീഡിൻറ്റഗ്രേറ്റീവ് മെമ്മറി എന്ന് പറയുമ്പോൾ ഈ നെറ്റ്വർക്ക് ഒന്നിൽ നിന്ന് കണക്ട് ചെയ്ത് ആ ഫുൾ മെമ്മറിയെ നമ്മൾ തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്? ഒരു +2 അല്ലെങ്കിൽ SSLCയുടെ ഫൈനൽ ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. ഒരു കാര്യം ഓർക്കുകയാണ്. അതിനുശേഷം ഒരാളെ അല്ലെങ്കിൽ കൂട്ടുകാരനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും. അതെങ്ങനെയാണ് സംഭവിക്കുക? ഒരു മെമ്മറി ട്രേസിൽ നിന്നും അടുത്തതിലേക്ക് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് രൂപം പ്രാപിക്കുക, രൂപം കൊള്ളുക എന്ന് പറയാം. When you see a picture of high school graduation day ceremony എന്ന് വിചാരിക്കുക, plenty of connected informations അതിലേക്ക് വരും. ആ ചിത്രം കാണുമ്പോൾ അന്നത്തെ അധ്യാപകരെ ഓർക്കും, അന്നത്തെ കൂട്ടുകാരെ ഓർക്കും, അന്നത്തെ ഫംഗ്ഷനെ ഓർക്കും അല്ലേ? അങ്ങനെ അന്നത്തെ ആ ഒരു എൻവയൺമെന്റ് എല്ലാം കണക്റ്റഡ് ആയിട്ട് ഓർത്ത് വരും. One memory leads to another, again to another memory. അതാണ് റീഡിൻറ്റഗ്രേറ്റീവ് മെമ്മറി. സ്പ്രെഡ് ത്രൂ ദി വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ദി മെമ്മറി നെറ്റ്വർക്ക്. ഈ മെമ്മറി നെറ്റ്വർക്കിന്റെ പല ബ്രാഞ്ചസ് കൂടെ കടന്ന് ആ ഓർമ്മയെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് റീഡിൻറ്റഗ്രേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ പറയുന്നത് ഒരു റിന്യൂവലാണ്, വീണ്ടും പുതുക്കലാണ്. റിസ്റ്റോറേഷൻ ഓഫ് ദി ഹോൾ
ഓഫ് സംതിങ് ഫ്രം എ പാർട്ട് ഓഫ് ഇറ്റ്. മെമ്മറിയുടെ ഒരു പാർട്ടിൽ നിന്നാണ് നമ്മൾ ആ മുഴുവൻ മെമ്മറി എടുത്തത് എന്ന് പറഞ്ഞതുപോലെ റിസ്റ്റോറേഷൻ ഓഫ് ദി ഹോൾ ഓഫ് സംതിങ് ഫ്രം എ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു പാർട്ടിൽ നിന്നും അതിൻ്റെ പൂർണ്ണതയിലുള്ളതിനെ റിസ്റ്റോർ ചെയ്ത് കാണുന്നതിനെയാണ് റീഇൻറ്റഗ്രേഷൻ എന്ന് പറയുക. ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ലോങ് ടേം മെമ്മറി ആസ് പ്രൊസീജിയറൽ മെമ്മറി, ഡിക്ലറേറ്റീവ് മെമ്മറി. പ്രൊസീജിയർ മെമ്മറി എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുന്നതിന് അറിയാം, denotes skills. Then declarative of facts, information, അതൊക്കെയാണ്. ഈ ഡിക്ലറേറ്റീവ് മെമ്മറി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു എപ്പിസോഡിക് മെമ്മറി. ഇതൊക്കെ നമ്മൾ ഓടിച്ച് പറയുകയാണ്. ദെൻ സിമാൻറ്റിക് മെമ്മറി. എപ്പിസോഡിക് മെമ്മറി നമ്മൾ പറഞ്ഞു ഓട്ടോബയോഗ്രഫിക്കൽ ഇവൻറ്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, എപ്പിസോഡിക് മെമ്മറി. ദെൻ സിമാൻറ്റിക് മെമ്മറി. സിമാൻറ്റിക് ആണെങ്കിലോ പേഴ്സണൽ അല്ലാത്തത്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. During early years of research in psychology of remembering, it was believed that we use the same kind of memory. ഒരേ തരത്തിലുള്ള മെമ്മറിയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ പല രീതിയിലുണ്ടെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞതാണ്. ഇന്ന് നമുക്ക് മെമ്മറി പ്രോസസ്സുകൾ എങ്ങനെയാണെന്ന് പറയാം. പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു, എൻകോഡിങ്, storing and retrieving. Like 3 specific processes: encoding, storing and retrieving. Encoding എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, getting information into the brain. എൻകോഡ് ചെയ്യും, ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിൽ അതിനെ നമ്മൾ അറിയാതെ തന്നെ എൻകോഡ് ചെയ്യപ്പെടുകയാണ്, അത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ആ രീതിയിൽ ആക്കപ്പെടുകയും സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദിസ് ഒക്കേഴ്സ് ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക്കലി. നമ്മൾ ദിവസവും സ്കൂളിൽ പോകുന്ന വഴി എന്നും നോക്കിയിട്ടാണോ പോവുക? മാപ്പ് നോക്കിയോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ്? അല്ല, അത് ഓട്ടോമാറ്റിക്കലി വരികയാണ്, അല്ലേ? വൺസ് എൻകോഡഡ്, റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഓർമ്മയിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നു. അത് ഓട്ടോമാറ്റിക്കലിയാണ്. പക്ഷെ നമ്മൾ കോൺഷ്യസ് എഫർട്ട് വേണ്ട കാര്യം ഏതാണ്? ഒരു പുതിയ ആശയം പഠിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുമോ? അതിനെന്തെങ്കിലും ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കണ്ടുപിടിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് എൻകോഡിങ് സംഭവിക്കുന്നത് ഇല്ല. ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞ സ്കൂളിൽ പോകുന്ന വഴി, അല്ലേ? അങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ്. ഇനി ഒരു പുതിയ ആശയം പഠിക്കണം, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കില്ല. അതിനെന്താണ് വേണ്ടത്? വിത്ത് കോൺഷ്യസ് എഫർട്ട്. കോൺഷ്യസ് എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു ആശയം നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ട്, പിന്നെ എങ്ങനെയാണ്? വിത്ത് കോൺഷ്യസ് എഫർട്ട് ഉണ്ട് എൻകോഡിങ്. ഓട്ടോമാറ്റിക് പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഓട്ടോമാറ്റിക് എൻകോഡിങ്ങിന് അധികം എഫർട്ടൊന്നും വേണ്ട. കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഹ്യൂജാണ്. അതിന് വലിയ എഫേർട്ടും വേണ്ട. ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ, കണ്ടും കേട്ടും മനസ്സിലാക്കിയൊക്കെ ഒത്തിരി അറിവുകൾ നമുക്ക് കളക്ട് ചെയ്യുന്നു. അതിൽ നമ്മുടെ ചിന്തയിൽ ഇന്റർഫിയറൻസ് ഒന്നും വരുന്നില്ല. ഒരു വസ്തു കാണാതായാലോ? നമ്മൾ അതിനു വേണ്ടി തിരയും, അല്ലേ? ഇപ്പോൾ ഒരു ദിവസത്തെ ഇവൻറ്റ്സിൽ ഒരു കാര്യം നമ്മൾ മറന്നുപോയി. അപ്പോൾ എന്താ ചെയ്യുക? ആ വിട്ടുപോയത് കണ്ടെടുക്കാൻ ആ ദിവസത്തെ മുഴുവൻ സംഭവങ്ങളെ ഓർത്തെടുക്കും, അല്ലേ? ബോധപൂർവം ഓർത്തെടുക്കും. അതുപോലെ തന്നെ എൻകോഡിങ്ങിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാഷ, ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്നു എന്ന് വിചാരിക്കും, നമ്മുടെ ഭാഷ സംസാരിക്കാത്ത ഒരു സ്ഥലത്ത്, അവിടെ ഒരു വാക്ക്, മലയാളം വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും. പട്ടിക മനഃപ്പാടമാക്കൽ, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്നതാണ്. ഈ പറഞ്ഞ ഒരു നമ്മുടെ വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവമല്ല, ഓട്ടോമാറ്റിക്കായിട്ട്
സംഭവിക്കുന്നത്. ഇനി എഫേർട്ട്ഫുൾ പ്രോസസ്സിംഗ്, ആദ്യം നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. Then effortful processing. Information remembered only with effort and attention. പ്രത്യേക ശ്രദ്ധയും അല്ലെ ശ്രമവും കൊണ്ട് മാത്രം സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ എൻകോഡ് ചെയ്യപ്പെടുന്നതാണ് എഫേർട്ട്ഫുൾ പ്രോസസ്സിംഗ്. അതിനെന്താണ് നമുക്ക് വേണ്ടത്? എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുക? ഇൻഫർമേഷൻ റിമെമ്പർ ചെയ്യപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? പഠിക്കാനൊക്കെ നമ്മൾ എന്താണ് ചെയ്തിരുന്നത്? വീണ്ടും വീണ്ടും ചെയ്യുക അല്ലെ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, പിന്നെ റിഹേഴ്സ് ചെയ്യുക. പ്രാക്ടിക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റിഹേഴ്സ് ചെയ്യുക. അങ്ങനെ നമുക്ക് എൻകോഡ് ചെയ്യാം വിത്ത് എഫേർട്ട്. ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ഉണ്ട്, എഫേർട്ട്ഫുൾ പ്രോസസ്സിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധപൂർവമുള്ള ശ്രമത്തിലൂടെ, ബോധപൂർവമുള്ള റിഹേഴ്സലിലൂടെ, ബോധപൂർവമുള്ള ആവർത്തനങ്ങളിലൂടെ നമുക്ക് ശേഖരിച്ചു വയ്ക്കാൻ പറ്റും. എൻകോഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ ഈസ് പ്രോസസ്ഡ് ഇൻ 3 ways. 3 തരത്തിലാണ് എൻകോഡിങ് സംഭവിക്കുക. അപ്പോൾ ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കും അല്ലേ? ബൈ എൻകോഡിങ് ഇറ്റ്സ് മീനിങ്. ഒന്ന് ബൈ എൻകോഡിങ് ഇറ്റ്സ് മീനിങ്. ദെൻ ബൈ വിഷ്വലൈസിങ് ഇറ്റ്. അതിനെ വിഷ്വലൈസ് ചെയ്ത് കാണും അല്ലെ, മനസ്സിൽ കാണുകയാണ് വിഷ്വലൈസ് ചെയ്യുക. ബൈ മെന്റലി ഓർഗനൈസിങ് ഇറ്റ്. മനസ്സുകൊണ്ട് നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യും. അതെവിടെയാണ്, ഏത് കാലഘട്ടത്തിലെയാണ്, അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചാണ്, എന്നെ സംബന്ധിച്ചാണ്, അല്ലെ മറ്റുള്ളവരെ സംബന്ധിച്ചാണ്, അങ്ങനെ മനസ്സുകൊണ്ട് ഓർഗനൈസ് ചെയ്യും ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ബൈ ഇറ്റ്സ് മീനിങ്, ദെൻ സെക്കൻഡ് ബൈ വിഷ്വലൈസിങ് ഇറ്റ്, ദെൻ തേർഡ് ബൈ മെന്റലി ഓർഗനൈസ് ഇറ്റ്. മനസ്സുകൊണ്ട് അതിനെ ഓർഗനൈസ് ചെയ്ത് ക്രമീകരിച്ച് കാണും. അപ്പോൾ അതൊക്കെയാണ് എൻകോഡിങ്, പ്രോപ്പർ എൻകോഡിങ്ങിന് വേണ്ട കാര്യങ്ങൾ. ത്രൂ ദീസ് പ്രോസസ്സസ് happen automatically. Though these processes happen automatically, they can be enhanced using certain methods, strategies. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് എങ്കിൽ തന്നെയും അതിനെയൊക്കെ നമുക്ക് ചില മെത്തേഡ്സ് കൊണ്ടും സ്ട്രാറ്റജി കൊണ്ടും പറഞ്ഞോളൂ. നമ്മൾ ഈ അവസാനം പറഞ്ഞില്ലേ മെന്റലി ഓർഗനൈസ് ചെയ്യും, അതാണ് ഒരുപക്ഷെ ഈ മെമ്മറി കൂട്ടാനുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ, തീർച്ചയായും അതില് ഒത്തിരി ഘടകങ്ങൾ. അതെ, മെന്റലി ഓർഗനൈസിങ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒത്തിരി ടെക്നിക്സ് ഉണ്ട്, മെമ്മറി ടെക്നിക്സ് ഒത്തിരി. സാർ പറഞ്ഞത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെ ക്രമീകരിച്ചുകൊണ്ട് മെന്റലി മനസ്സുകൊണ്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് ആണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്യുകയാണ് അല്ലെ, പഴയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ അറിവിനെ കൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് മെന്റലി ഓർഗനൈസ് ചെയ്യുകയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് there are some methods, strategies, അത് ഫോളോ ചെയ്യണം. അപ്പോൾ മീനിങ് കൊണ്ട് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് നമുക്ക് സംസാരിക്കാം. ഫോർ എൻകോഡിങ് ബൈ മീനിങ് അല്ലെ, ബൈ എൻകോഡിങ് ഇറ്റ്സ് മീനിങ്, by associating with what we already know or can imagine. അപ്പോൾ ഒരു അർത്ഥം നമ്മൾ കണ്ടെത്തുന്നത് മെമ്മറി സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ എൻകോഡ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ അർത്ഥം കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അസോസിയേറ്റിംഗ് വിത്ത് വാട്ട് വി ഓൾറെഡി നോ. നമുക്ക് ഓൾറെഡി അറിയാവുന്നതിനെ. ഇപ്പം ചിലപ്പോൾ ഞാൻ ഈ പേര് ഓർത്തിരിക്കാനായിട്ട് പുതിയ ആളെ ഒരു പേര് പറഞ്ഞു തരുമ്പോഴത്തേക്ക് ആ പേരുള്ള എൻ്റെ സുഹൃത്തിനെ ഞാൻ ഓർക്കും, അതുമായിട്ട് കണക്ട് ചെയ്യാൻ. അങ്ങനെയാണ് അത് പക്ഷെ പേരൊക്കെ ഓർത്തിരിക്കുക വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത് അനുഭവത്തിൽ മനസ്സിലായിട്ടുണ്ട്. പിന്നീട് കാണുമ്പോൾ ആ ആളോട് തന്നെ നമുക്ക് പേര് ചോദിക്കാൻ മടി വരും അല്ലേ? അങ്ങനെയുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു അനുഭവത്തെ അല്ലെങ്കിൽ സംഭവത്തെ
അറിവിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അർത്ഥം നിരൂപിക്കുന്നത്. ഓർ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്ന, അതങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് അർത്ഥ തലത്തിലുള്ള കോഡിങ് സംഭവിക്കുക. രണ്ടാമത് എന്താ പറഞ്ഞത്? വിഷ്വലൈസ്, അല്ലേ? കോഡിങ് ബൈ എൻകോഡിങ് ബൈ വിഷ്വലൈസിങ്. വിഷ്വലൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇമേജറി. ഇമേജറി എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് കാണുന്ന കൽപ്പന, മാനസിക കൽപ്പനയെ കാണുന്ന ചിത്രമാണ് ഇമേജറി എന്ന് പറയുന്നത്. വിഷ്വലൈസിങ്, അല്ലെ? വിഷ്വലൈസിങ്, എൻകോഡിങ് ബൈ വിഷ്വലൈസിങ്, എൻകോഡിങ് ബൈ ഇമേജറി എന്ന് പറയും. ഇമേജറി മാനസിക കൽപ്പനയിൽ കാണുന്ന ചിത്രത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഭാവനയെ കാണുന്ന ആ ഒരു സങ്കല്പത്തിൽ അതിനെ കണക്ട് ചെയ്യും, എൻകോഡ് ചെയ്യും. ഇമേജസ് ഹെൽപ്പ് എൻഹാൻസിങ് മെമ്മറി. നമുക്കറിയാം, പഠിക്കുമ്പോൾ തന്നെ അല്ലേ, അതിലെ ഒരു ചിത്രസഹിതമാണെങ്കിൽ, ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കാൻ എളുപ്പമുണ്ട്. പണ്ടൊക്കെ വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ? അപ്പോൾ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓർക്കാനുള്ള സാധ്യത വളരെ കൂടുന്നു എന്നുള്ളതാണ്. ഇമേജസ് ഹെൽപ്പ് എൻഹാൻസിങ് മെമ്മറി. നിമോണിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഓർമ്മയെ സഹായിക്കുന്ന ഡിവൈസസ്. ഓർമ്മയെ സഹായിക്കുന്ന ഒത്തിരി ഡിവൈസസ് ഉണ്ട്. അതൊക്കെ ഈ ഒരു ഫാക്ടിനെ ബേസ് ചെയ്താണെന്ന് പറയും ഇമേജറി. എൻകോഡിങ് ബൈ ഓർഗനൈസിങ് മെന്റലി, അതാണ് നമ്മൾ സുനിൽ സാർ സംസാരിച്ച കാര്യം തന്നെയാണ്. മീനിങ് ആൻഡ് ഇമേജറി എൻഹാൻസസ് മെമ്മറി ബൈ ഓർഗനൈസിങ് ഇൻഫർമേഷൻ. ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻകോഡ് ചെയ്യാം. അതിനെ സഹായിക്കാനായിട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട് എന്താ? മീനിങ് ഉണ്ട്, ഇമേജറി ഉണ്ട്. മീനിങ്ങും ഇമേജറിയും ഹെൽപ്പോടുകൂടി നമുക്ക് ഓർഗനൈസിങ് സാധിക്കും. എൻകോഡിങ് ബൈ ഓർഗനൈസിങ് ചെയ്യാൻ പറ്റും. ഓർഗനൈസിങ് ഇൻഫർമേഷൻ ഇൻടു മീനിങ്ഫുൾ യൂണിറ്റ്സ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഹയറാർക്കീസ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. ക്രമീകരണം, അല്ലെ? എന്താ, ഇയർ വൈസ്, അല്ലെ ഡേറ്റ് വൈസ്, അല്ലെങ്കിൽ കളർ വൈസ്, അല്ലെങ്കിൽ ഷേപ്പ് വൈസ് ഓർ സൈസ് വൈസ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഹയറാർക്കി നിശ്ചയിച്ചുകൊണ്ട് എൻകോഡിങ് ബൈ ഓർഗനൈസിങ് മെന്റലി, അല്ലെ? മനസ്സുകൊണ്ട് ക്രമീകരിക്കാൻ. ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നോട്ട് എൻകോഡഡ് എഫക്റ്റീവ്ലി ഈസ് ഫോർഗോട്ടൺ. എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി എൻകോഡ് ചെയ്യണമെന്ന് പറയുക? എങ്ങനെ എൻകോഡ് ചെയ്യുന്നതോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ലോങ് ടൈം മെമ്മറിയുടെ പ്രവർത്തനം, അല്ലെങ്കിൽ അത് മറന്നു പോകും. എൻകോഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോപ്പർ എൻകോഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻകോഡിങ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് റിട്ടേൺ ചെയ്യുക, അല്ലെ? കരുതി വയ്ക്കുക, സൂക്ഷിച്ചു വയ്ക്കുക എന്നൊക്കെ നമുക്കറിയാം. 3 types of storages ഉണ്ട്. 3 types of retaining the information. മെമ്മറിയുടെ കാര്യം പറഞ്ഞതുപോലെ സെൻസറി മെമ്മറി സ്റ്റോറേജ്, then ഷോർട്ട് ടൈം മെമ്മറി സ്റ്റോറേജ്, ലോങ് ടൈം മെമ്മറി സ്റ്റോറേജ്. വിശദീകരിക്കേണ്ട കാര്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഷോർട്ട് ടൈം മെമ്മറി സ്റ്റോറേജ് ഈസ് in the form of iconic and econic memory. Iconic എന്ന് പറഞ്ഞാൽ ഐക്കൺ, വിഷ്വൽ, അല്ലെ? ഐക്കോണിക് ആൻഡ് എക്കോണിക്. എക്കോണിക് സൗണ്ട് ആണ്, അക്കോസ്റ്റിക് എന്ന് പറയും. Sensory memory storage is in the form of iconic and econic memory. Information that are given importance and attended to go to short term memory storage. ഷോർട്ട് ടൈം മെമ്മറി സ്റ്റോറേജിലേക്ക് പോകുന്നത് എന്താണ്? സെൻസറി മെമ്മറിയിൽ നമ്മൾ പ്രത്യേകം പരിഗണന കൊടുക്കുന്നു, പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ will go to short term memory. Repeatedly rehearsed information reaches long term memory. ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ റിപ്പീറ്റ്
റിപ്പീറ്റഡ്ലി റിഹേഴ്സ് ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്ന് അടുപ്പിച്ചിട്ടോടുകൂടി പറയുന്നത് മാത്രം. അപ്പോൾ ഷോർട്ട് ടേം സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. സ്റ്റോറേജ് വരുമ്പോൾ സെൻസറി മെമ്മറി സ്റ്റോറേജ്, ഷോർട്ട് ടേം മെമ്മറി സ്റ്റോറേജ് ആൻഡ് ലോങ് ടേം മെമ്മറി സ്റ്റോറേജ്. An average adult has about a billion bits of information in memory. 1 billion bits information ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ആവറേജ് വ്യക്തിക്ക്. റിട്രീവൽ ആണ് അടുത്തത്. നമ്മൾ ആദ്യം എൻകോഡിങ് പറഞ്ഞു, സ്റ്റോറേജ് പറഞ്ഞു, ദെൻ റിട്രീവൽ. അത് തിരിച്ചെടുക്കണമല്ലോ, ആവശ്യം വരുമ്പോൾ അത് കിട്ടണ്ടേ, അല്ലേ, ഓർത്തെടുക്കണ്ടേ, ആ സമയത്ത് അത് കിട്ടണ്ടേ. പലപ്പോഴും സമയത്ത് കിട്ടാതെ നമ്മൾ വിഷമിച്ചിട്ടുണ്ട്, അതിലേക്ക് വരാം. റിക്കോർഡിംഗ് സ്റ്റോർഡ് ഡേറ്റ, അതാണ് റിട്രീവൽ. സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ തിരിച്ചു വിളിക്കുക, റിട്രീവ് ചെയ്യുക, തിരിച്ചെടുക്കുക. ഇറ്റ് ഈസ് റെക്കഗ്നൈസിങ് ആൻഡ് റീലേണിംഗ്. അവിടെ സംഭവിക്കുന്നത് എന്താണ്? റെക്കഗ്നൈസ് ചെയ്യുന്നു, തിരിച്ചറിയുന്നു, ആൻഡ് റീലേൺ ചെയ്യുക, റീലേണിംഗ്. More time is taken to retrieve information from short-term memories. Short-term memories നിന്ന് റിട്രീവ് ഇച്ചിരി കൂടുതൽ പാടാണ്. കാരണം നമ്മൾ അതിന് റിഹേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് കൂടുതൽ ടൈം എടുക്കുമെന്നാണ് പറയാം. ഈച്ച് ആൻഡ് എവരി ഐറ്റം ഈസ് എക്സാമിൻ വൺ അറ്റ് എ ടൈം ഇൻ അമേസിംഗ് സ്പീഡ്. ഇതൊക്കെ അമേസിംഗ് സ്പീഡിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുകയാണ്. അമേസിംഗ് സ്പീഡ്. പഴയ എത്രയോ വർഷങ്ങൾ മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ആയിട്ട് ഇങ്ങനെ വരുന്നു. ചിന്തിച്ചു നോക്കി, എന്ത് അത്ഭുതമാണ് മെമ്മറി എന്ന് പറയുന്നത്. പലപ്പോഴും സുഖം അറിയണമെങ്കിൽ അസുഖം വരണമെന്ന് അല്ലേ പറയാറില്ലേ? എന്ന് പറഞ്ഞ പോലെ മെമ്മറി ഇല്ലെങ്കിൽ, ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കും, ചിന്തിക്കാൻ പോലും പറ്റും. ഒരു സെഷൻ നമുക്ക് അതിലേക്ക് വരാം, ഡിമെൻഷ്യയെ കുറിച്ച് വരാം. എനിക്ക് അടുത്തത് ഡിമെൻഷ്യയും അൽഷൈമേഴ്സ് പോലെയുള്ള ഡിമെൻഷ്യ രോഗങ്ങളെ കുറിച്ചായിരിക്കും. മെമ്മറി മ്യൂസിക് അതിന് ചെയ്യാവുന്ന ഒത്തിരി കാര്യം മ്യൂസിക്കിന് മാത്രമേ ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സെഷനിൽ സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ നൗ ടോക്കിംഗ് അബൌട്ട് റിട്രീവൽ. റിട്രീവൽ മീൻസ് റീകോളിംഗ് സ്റ്റോർഡ് ഡേറ്റ, recalling stored information. It is recognizing and relearning എന്ന് പറയും. Each and every item is examined. അതും എല്ലാം എക്സാമിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ വിത്ത് അമേസിംഗ് സ്പീഡ്. അമേസിംഗ് പറയാൻ പറ്റില്ല. ഡിഫിക്കൽട്ടി ഇൻ റിമെമ്പറിംഗ് ഇൻഫർമേഷൻ ഫ്രം ലോങ് ടൈം മെമ്മറി മേ ബി ഓഫ് ലോങ് ടൈം ടേക്കൺ. അപ്പോൾ കൂടുതൽ സമയമെടുക്കേണ്ടി വരും ചിലപ്പോൾ. അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് സ്റ്റോറേജ് പ്രോബ്ലം, ബട്ട് ഓൺലി റിട്രീവൽ ഫെയിലിയർ. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലുണ്ട്. പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ട് കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അതിനൊരു ഉദാഹരണം പറയുന്നത്, ട്രൈങ് ടു ലൊക്കേറ്റ് എ ബുക്ക് ഇൻ എ ഹ്യൂജ് ലൈബ്രറി. ഹ്യൂജ് ലൈബ്രറി കയറിയിട്ട് അവിടെ ഇതൊന്നുമില്ല, കാറ്റലോഗൊന്നും ഇല്ലാന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ബുക്ക് തപ്പുക. ആ ബുക്ക് അവിടെ ഉണ്ടല്ലോ. അത് കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുഴപ്പം കൊണ്ടാവും അല്ലേ? നമ്മൾ നോക്കേണ്ടടുത്ത് നോക്കിയില്ല. അതിരിക്കുന്ന ട്രേ എവിടാന്ന് അറിഞ്ഞില്ലെങ്കിൽ, റാക്ക് എവിടാന്ന് അറിയാതെ നോക്കുന്നു. റോങ് റാക്കിൽ നോക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മിസ്ഫയൽഡ് ആയതുകൊണ്ടാണ്. ലോങ് ടൈം മെമ്മറിയിലുണ്ട് ലൈക്ക് ഹ്യൂജ് ലൈബ്രറി. അവിടെ ഒരു ബുക്ക് തിരയുന്നത് പോലെയാണ്. Forgetting or retrieval problems are common with everyone. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറവി സംഭവിക്കാറുണ്ട്, ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ റിട്രീവൽ പ്രോബ്ലംസ് പലർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന് പറയും. എന്ന് വെച്ച് നമ്മൾ അൽഷൈമേഴ്സ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? എപ്പോഴാണൊരു ഡിമെൻഷ്യ ഉണ്ടെന്ന് പറയുക? നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, രാവിലെ പല്ല് തേക്കുന്നത് തൊട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് തൊട്ട് നമ്മുടെ യാത്ര അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, ഇതെല്ലാം ബാധിക്കുന്ന ഒരു
ഒരു ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരുമ്പോൾ മാത്രമേ അതൊരു രോഗാവസ്ഥയെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തതെല്ലാം ഇറ്റ് ഈസ് കോമൺ ഫോർ ഓൾ, എല്ലാവർക്കും ഉള്ള കാര്യമാണ് മറവി എന്ന് പറയുന്നതും റിട്രീവൽ പ്രോബ്ലംസ്. ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഏർപ്പെടുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, എനിക്ക് അതാണെന്ന് തോന്നുന്നു, ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് അയാളുടെ പേര് ഓർത്തിട്ട് കിട്ടുന്നില്ല. എൻ്റെ നാക്കിൻ്റെ തുമ്പിലുണ്ട്. അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഒരു വലിയൊരു തിരിച്ചറിവാണെന്നാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. എ സ്റ്റുഡൻറ് ഫോർമുലയൊക്കെ പഠിച്ചുകൊണ്ട് പോയി, പരീക്ഷയ്ക്ക് എഴുതാൻ നേരം കിട്ടിയില്ല. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴോ ഇതായിരുന്നല്ലോ. അങ്ങനെ സംഭവിക്കില്ല. ടിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയും. TOT, ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിന, അതിനങ്ങനെയാണ് പറയുക. ഇതൊരു റിട്രീവൽ ഫെയിലിയറാണ്. ആ സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ വന്നു. എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് 3 സംഭവിച്ചിട്ടുണ്ട് പരീക്ഷ എഴുതുന്നത്. ഒരു നെയിം ഓഫ് എ പേഴ്സൺ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അയാളുടെ പേര് ഓർക്കുന്നില്ല, ചോദിക്കാനും പോകും. നാക്കിന്റെ തുമ്പത്തുണ്ട്. അത് ടിപ്പ് ഓഫ് ടങ്, ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിന. ഒരു വാക്ക് നമ്മൾ ഓർക്കാൻ ശ്രമിക്കുകയാണ്, ആ വാക്ക് മാത്രം കിട്ടില്ല. ഞാൻ ഈ പാട്ടിന്റെ കാര്യമൊക്കെ ചില പാട്ടുകൾ ഇങ്ങനെ മനസ്സിലുണ്ട്, പക്ഷെ ഓർത്താലും നമുക്കത് കാണാൻ പോലും പറ്റും, പക്ഷെ കിട്ടില്ല. അങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ? ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം പറയാൻ പറ്റുമോ? ഒരു ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിന. ഒത്തിരി കാണും, എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിന. ഈ തയ്യാറായി പോയാലും ചിലപ്പോ ഈ പറഞ്ഞ പോലെ മറന്നു പോകും സാറേ. ആ സമയത്ത് മറന്നു. ഇന്ന കാര്യങ്ങൾ ഓർത്തു പോയാലും ചിലപ്പോ വിട്ടുപോകും. അത് കിട്ടില്ല. ചിലപ്പോ അതിലും മോശമായിട്ടുള്ള, അതിൽ നല്ലതാ കിട്ടിയെന്ന് വരാം, പക്ഷെ അത് നമ്മൾ ഓർത്തു പോകുന്നത് ശ്രമിക്കാൻ കിട്ടാതെ വരും. വേറെ ആർക്കെങ്കിലും ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിന, TOT ഫിനോമിന എന്ന് പറയാം. TOT എനിക്ക് പറ്റാറുണ്ട് സാറേ. ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോഴേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഥയും പാട്ടൊക്കെ ഓർത്ത് അതൊക്കെ പറയണമെന്നൊക്കെ ഓർത്ത് പോകും. പക്ഷെ അവിടെ വരുമ്പോ വേറെ പലതും ഇങ്ങനെ വാച അടിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് പറയില്ല. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചറിഞ്ഞ് വരുമ്പോ അയ്യോടാ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കണം. അങ്ങനെ പറ്റുന്ന പരിപാടിയാണ്. പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു അനുഭവം. അതാണ് ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിന. പക്ഷേ അത് ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിന അതാണെന്ന് പറയാൻ പറ്റില്ല. ഈ മേഡപ്പ പറഞ്ഞത്, പിന്നെ ഈ ഓർത്തെടുക്കാൻ പരീക്ഷയ്ക്ക് പോയിട്ട് നമുക്ക് അറിയുന്ന കാര്യം ആ സമയത്ത് വരൂല, പക്ഷെ എക്സാം ഹാളിന് പുറത്ത് വന്നാൽ നമുക്കത് ആൻസർ കിട്ടും. അത് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അതായത് കോഗ്നിറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫിയർ, എക്സാം ഫിയർ, ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ഉണ്ടാവുമ്പോൾ കോഗ്നിറ്റീവ് ബ്ലോക്ക്, ആ പർട്ടിക്കുലർ ഇൻഫർമേഷൻ റിലീസ് ആവുന്നില്ല. നമ്മൾ സ്ട്രെസ്, എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ സ്ട്രെസ് കഴിഞ്ഞു, അപ്പോ ബ്ലോക്ക് നീങ്ങുമ്പോ ആ ഇൻഫർമേഷൻ ആൻസർ നമ്മൾ വരും. ടിപ്പ് ഓഫ് ദ ടങ് എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാം, പക്ഷെ അങ്ങനെ അത് ടെൻഷൻ കൊണ്ടല്ല, പക്ഷെ പെട്ടെന്ന് അത് കണ്ട് റിട്രീവ് ചെയ്യാൻ കുറെ സമയം എടുക്കും. സമയം എടുത്തിട്ട് പിന്നെ അത് റിലീസായി ഇങ്ങോട്ട് വരും. കുറച്ച് ഓർക്കാൻ സമയം കിട്ടിയാല് അത് കണ്ട് വരും. അങ്ങനെയാണ് അത് സാധാരണ. അപ്പൊ അത് അല്ലെങ്കിൽ നമ്മുടെ അവിടുന്ന് തിരിഞ്ഞു കഴിയുമ്പോ, അവിടുന്ന് മാറി കഴിയുമ്പോ ഓർമ്മ വരും അല്ലേ? അതെ 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 അതെ. അപ്പോ ഈ സാറ് പറഞ്ഞതുപോലെ അത് വേറൊരു ടോപ്പിക്കാണ്. നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ നമുക്കിവിടെ ഇത് ഇൻക്ലൂഡ് ചെയ്യാം, മനസ്സിലായി? മറ്റേ ടോപ്പിക്ക് ദാറ്റ് ഈസ് ഡിഫറെന്റ്. ബ്ലോക്ക് അല്ലെ, മെന്റൽ ബ്ലോക്ക്. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ടിപ്പ് ഓഫ് ദി ടങ് വരാം. ശോഭന മാഡം പറഞ്ഞതും ടിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയാൻ പറ്റില്ല. ടിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ബ്ലോക്ക്. ജോസഫ് സാറേ, എനിക്ക് തോന്നാറുള്ളത്, നമ്മൾ മറ്റേ സാധാരണ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയുമ്പോൾ നമ്മൾ പറയാനുള്ളത് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സമയം കഴിയുമ്പോഴായിരിക്കും
ഇതുകൂടെ പറയണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്. Yeah. കാരണം നമ്മൾ മനസ്സിൽ അതാണ് ആദ്യം ശോഭന പ്ലാൻ മാഡം ചെയ്ത പറഞ്ഞത്. കാര്യങ്ങളായിരിക്കില്ല. അതെ ആ. അതെ അതെ. ശോഭന മാഡം പറഞ്ഞ ആ ഒരു ഉദാഹരണമാണ്. നമുക്കത് ഈ ഒരു ഇൻ എ സെൻസ് ഇതെല്ലാം ഓരോന്നും നമുക്ക് എന്താണ് കമ്പാർട്ട്മെന്റ് ആക്കി സൂക്ഷിക്കാൻ പറ്റില്ല. ഇതും കണക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറഞ്ഞത്. അപ്പൊ ശോഭന പറഞ്ഞ ആ ഒരു സംഭവം ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്ക് ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പരിഗണിക്കാം. ടിപ്പ് ഓഫ് ദി ടങ് ഈസ് എ സ്റ്റേജ് 1 റിട്രീവൽ എറർ. റിട്രീവൽ ഒരു സ്റ്റേജ് 1 റിട്രീവൽ എറർ ആണ്. അത്ര വലിയ ഒരു പ്രശ്നം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദിസ് മേ ബി ഡൺ ഇൻ സം ഇൻഫർമേഷൻ വിത്ത് ദി നോർമൽ റിട്രീവൽ പ്രോസസ്. സം ഇന്റർഫറൻസ്, ഒരു എന്തോ ഒരു തടസ്സം, ഇന്റർഫിയറൻസ്, ഇടപെടൽ അല്ലേ, വേണ്ടാത്തൊരു ഇടപെടൽ. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ സ്ട്രെസ് ആവാം, വേണ്ടാത്തൊരു തടസ്സം അത് വരുന്നത് കൊണ്ടാണ് ദിസ് മേ ബി ഡ്യൂ ടു സം ഇന്റർഫറൻസ് വിത്ത് ദി നോർമൽ റിട്രീവൽ പ്രോസസ്. നോർമൽ റിട്രീവൽ പ്രോസസ്സിൽ ഒരു തടസ്സം നേരിടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. In long-term memory, information is organized in the form of associations and linkages. അതൊരു നെറ്റ്വർക്കാണ് നമ്മൾ പറഞ്ഞു അല്ലേ, എങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ. Long-term memory information is organized in the form of associations. ബന്ധപ്പെടുത്തിയാണ്, ലിങ്ക് ചെയ്താണ്, കണക്ട് ചെയ്താണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ കിട്ടിയെന്ന് വരും അല്ലേ. അങ്ങനെയുള്ള മെമ്മറിയാണ് അല്ലെങ്കിൽ സ്റ്റോറേജ് ആണ് ലോങ് ടേം മെമ്മറി സ്റ്റോറേജ്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എൻകോഡിംഗ് ആൻഡ് റിട്രീവൽ. എൻകോഡിംഗ് റിട്രീവലും വേണം. എൻകോഡിംഗ് പ്രോപ്പർ ആയാലേ റിട്രീവലും നമുക്ക് ഈസി ആവുള്ളൂ. എൻകോഡിംഗ് ഫേസ് നമ്മൾ ശ്രദ്ധിച്ചാൽ റിട്രീവൽ ഈസി ആക്കാം. Context of retrieval context of encoding സമാനമാകും. റിട്രീവൽ കോണ്ടെക്സ്റ്റും എൻകോഡിംഗ് കോണ്ടെക്സ്റ്റും സമാനമാക്കുന്നത് വിജയകരമായ റിട്രീവലിന് സാധിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം വിഷ്വലൈസ് ചെയ്തായാലും അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി ആയാലും അതുപോലെ ആക്കിയാൽ റിട്രീവൽ എളുപ്പമാകും അല്ലെ. എൻകോഡിങ് ചെയ്ത ആ ഒരു അന്തരീക്ഷം, എൻകോഡ് ചെയ്ത ആ ഒരു സാഹചര്യം ഒക്കെ റീക്രിയേറ്റ് ചെയ്താൽ റിട്രീവൽ സക്സസ്ഫുൾ ആക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എൻകോഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻഫർമേഷൻ വേണ്ട രീതിയിൽ ക്രമീകരിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, ജീവിതത്തിൽ സ്വായത്തമാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, സ്കിൽസ്, ഇതൊക്കെ എൻകോഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്രീവൽ വിജയിക്കും. ഓക്കെ, ഒരു ഗ്രൂപ്പിന് കുറെ സെറ്റ്സ് ഓഫ് വേർഡ്സ് കൊടുത്തു ഓർമ്മിക്കാൻ. 2 ഗ്രൂപ്പുകളാണ്. ഒരു ഗ്രൂപ്പിൽ കൊടുത്തപ്പോൾ അവരുടെ ഒരു ഹയറാർക്കിയൽ ഓർഡറിൽ കൊടുത്തു. അങ്ങനെ ക്രമീകരിച്ചാണ് ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഓർമ്മിക്കാൻ കൊടുത്തത്. 2ാം ഗ്രൂപ്പിന് അങ്ങനെ കൊടുത്തില്ല. അങ്ങനെ കൊടുത്തില്ല എന്നല്ല, ഹയറാർക്കിയൽ ഓർഡർ ആ ഒരു ക്രമീകരണത്തിനല്ല അവർക്ക് കൊടുത്തത്. സെയിം വേർഡ്സ് തന്നെ ഒരു ഗ്രൂപ്പിന് ഹയറാർക്കിയൽ ഓർഡറിലും മറ്റേ ഗ്രൂപ്പിന് റാൻഡമായിട്ട് കൊടുത്തു. 1ാം ഗ്രൂപ്പ് ഹയറാർക്കിയൽ ഓർഡറിൽ കിട്ടിയ ഗ്രൂപ്പ് 65% ശരിയാക്കി നൽകി റിട്രീവ് ചെയ്തു. 2ാമത്തെ ഗ്രൂപ്പ് 19%. അപ്പോൾ ക്രമീകരിക്കുമ്പോൾ എൻകോഡ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കി ക്രമീകരിച്ച് ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മെമ്മറി ടെക്നിക്സിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഓർഡർ കോണ്ടെക്സ്റ്റിന് പ്രാധാന്യമുണ്ട് അല്ലേ. അതുകൊണ്ട് എൻകോഡിങ് നമ്മൾ റിട്രീവ് ചെയ്യുമ്പോൾ എൻകോഡിങ് കോണ്ടെക്സ്റ്റിനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് 1ാം ക്ലാസ്സിൽ ഒപ്പം പഠിച്ച ആൾക്കാരെ നമ്മൾ ഓർക്കാൻ വേണ്ടി ആ ക്ലാസ്സിലേക്ക് ചെന്നാൽ മതി. ക്ലാസ്സിലേക്ക് ചെന്നാൽ എളുപ്പമാണ് അല്ലേ. അവിടെയൊക്കെ ആരൊക്കെ ഇരുന്നത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും.
ആ ക്ലാസ്സിൻ്റെ അന്തരീക്ഷം റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പോലെയാണ് അത് സംഭവിക്കുക. ഇവിടെ റിട്രീവലിന് സഹായിക്കുന്നത് രണ്ട് കാര്യങ്ങളാണെന്നാണ് പറയുക, എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ എൻവയൺമെന്റ്. അല്ലേ? എക്സ്റ്റേണൽ എൻവയൺമെന്റും ഇന്റേണൽ എൻവയൺമെന്റും റിട്രീവലിന് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലേ? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എൻകോഡിങ് ആൻഡ് റിട്രീവൽ അതാണ് നമുക്ക് കഴിയുന്നത്. ഇനി നമ്മൾ മറവിയെക്കുറിച്ചാണ് പറയേണ്ടത്. മറവിയെക്കുറിച്ച് പറയുകയോ പാട്ടിലേക്ക് പോകണോ എന്നുള്ളതാണ് സാമു സാറിനോട് ചോദിക്കാനുള്ളത്. ഫൊർഗെറ്റിംഗ് നമുക്ക് അടുത്ത ഇതിലേക്ക് മാറ്റാം അല്ലേ? യെസ് സാർ, 18 മണി. ഓക്കെ, ഫൊർഗെറ്റിംഗ് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ആക്കാം. എല്ലാം ഓർത്തിരുന്നെങ്കിൽ, ഈസ് ഇറ്റ് പോസിബിൾ? എല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അല്ലേ? ചിലതൊക്കെ നമ്മൾ മറക്കാനും ആഗ്രഹിക്കും. നല്ല കാര്യങ്ങൾ ഓർക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ മറക്കാനും ആഗ്രഹിക്കുന്നു. ലിസണിങ് ടു മ്യൂസിക് ആക്ടിവേറ്റ്സ് ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ റെസ്പോൺസിബിൾ ഫോർ ലോങ് ടൈം മെമ്മറി. അതാണ് ഞാൻ ഈ മെമ്മറിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാത്ത കാരണം. ലോങ് ടൈം മെമ്മറിയും മ്യൂസിക്കുമായിട്ട് വലിയ കണക്ഷൻ. Listening to music activates the part of the brain responsible for long-term memory. Playing music has positive effects in long-term memory area. Music play ചെയ്യുന്നത്, കേൾക്കുന്നത് പോലും എന്താണ്, has positive effects in the long-term memory area. Music can trigger your memories. പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പാട്ട് കേൾക്കുമ്പോൾ, പഴയ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ, അല്ലെങ്കിൽ നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഓർമ്മകൾ ഉണ്ടാവുന്നു. മ്യൂസിക് ക്യാൻ ട്രിഗർ യുവർ മെമ്മറീസ്. അതുകൊണ്ടാണ് ഞാൻ ഈ മ്യൂസിക്കും മെമ്മറിയും എന്നുള്ള ടോപ്പിക്കിൽ മെമ്മറിയെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് മറവിയെക്കുറിച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിക് ആൻഡ് മെമ്മറി എന്നുള്ള ടോപ്പിക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മെമ്മറി ഈസ് എ കീ ഇൻഡിക്കേറ്റർ ഓഫ് അവർ ഇന്റലക്ച്വൽ എബിലിറ്റീസ്. എന്തിനും മെമ്മറിയാണ് ആവശ്യം, അല്ലേ? കൂടുതൽ മാർക്ക് മേടിക്കണമെങ്കിൽ, കൂടുതൽ നന്നായി വാഹനം ഓടിക്കണമെങ്കിൽ, നന്നായി ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒക്കെ മെമ്മറി വേണം. മെമ്മറി ഈസ് എ കീ ഇൻഡിക്കേറ്റർ ഓഫ് അവർ ഇന്റലക്ച്വൽ എബിലിറ്റീസ്. അത് മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇറ്റ്സ് എ കീ ഇൻഡിക്കേറ്റർ. ഓർമ്മ മാത്രം മതിയോ? പോരാ, റീസണിങ് വേണം, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും വേണം. ഓർമ്മയുണ്ടെങ്കിൽ ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓർമ്മയില്ലാത്ത അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. പരീക്ഷയിലെ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് വിവേകത്തോടെ പ്രവർത്തിക്കാൻ, പെരുമാറാൻ, അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ അല്ല പെരുമാറാനോ സാധിക്കും, അല്ലേ? ഓർമ്മയില്ലെങ്കിൽ അടിമേടിക്കും, നല്ല പെരുമാറ്റം അല്ലാതെ വന്നു കഴിഞ്ഞു. അപകടമില്ലാതെ സഞ്ചരിക്കാൻ പറ്റും, ഓർമ്മ വേണം. സേഫ് ആയിരിക്കണമെങ്കിൽ ഓർമ്മ വേണം. ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഓർമ്മ വേണം. ഹാപ്പി ആയിരിക്കണമെങ്കിൽ ഓർമ്മ വേണം. നല്ലൊരു മനുഷ്യജീവിതം നയിക്കണമെങ്കിൽ ഓർമ്മ അത്യാവശ്യമാണ്. തലമുറകൾക്ക് അറിവ് പകർന്നു കൊടുക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് മെമ്മറി. ഓർമ്മ വേണം. അറിവ് കൈമാറണം, ഓർമ്മ വേണം. നല്ല ഓർമ്മകളെ ബോധപൂർവം തിരിച്ചു വിളിക്കാൻ, മ്യൂസിക് ഉപയോഗിക്കാം. അവിടെയാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. ലെറ്റ് us examine some beneficial effects of music on memory. മ്യൂസിക്കിന് മെമ്മറിയിൽ ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, എഫക്ട്സ് ഉണ്ട്. ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ താമസിച്ചാണ് തുടങ്ങിയത്. സിംഗിങ് ഈസ് ഹെൽപ്ഫുൾ ടു പേഷ്യൻസ് റിക്കവറിംഗ് ഫ്രം എ ബ്രെയിൻ ഇഞ്ചുറി ഓർ സ്ട്രോക്ക് കോസിംഗ് ഡാമേജ് ടു ലെഫ്റ്റ് ബ്രെയിൻ റീജിയൻ. ഈ
നമ്മുടെ സ്പീച്ചിനെ സഹായിക്കുന്നത് ഏത് സൈഡാണ്? സ്പീച്ച് ലെഫ്റ്റ് സൈഡാണ്. ഹാർവാർഡ് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സംഗീതം കൊണ്ട്, പാട്ടുകൊണ്ട് ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ സ്ട്രോക്ക് മൂലം ലെഫ്റ്റ് ബ്രെയിൻ, അവിടെ ലെഫ്റ്റ് ബ്രെയിൻ റെസ്പോൺസിബിൾ ഫോർ സ്പീച്ച് ആണ്. അപ്പോൾ അവരുടെ സ്പീച്ചിന്റെ കഴിവ് നഷ്ടപ്പെടുകയാണ്. അത് റീഗെയിൻ ചെയ്യാൻ സംഗീതം പ്ലേ ചെയ്താൽ മതി, സംഗീതം കേൾപ്പിച്ചാൽ മതി. പീപ്പിൾ ക്യാൻ ലേൺ ടു സ്പീക്ക് ത്രൂ സോങ്. പാട്ട് കേൾക്കുന്നതിലൂടെ അവർക്ക് സാധിക്കും. എങ്ങനെയാണ്? സിംഗിങ് ടേക്ക് പ്ലേസ് ഇൻ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ. ലെഫ്റ്റ് സൈഡിന് ഡാമേജ് ആയി, ഇഞ്ചുറി ആയി എന്ന് പറയുന്നു. അവിടെയാണ് സംസാരിക്കാനുള്ള കഴിവിന്റെ ഭാഗം എന്ന് പറയുന്നു. സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ പാട്ടിലൂടെ, പാട്ട് കേട്ട റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻസ് പാട്ട് പ്രചോദിപ്പിക്കുന്നതാണ് അല്ലേ? ആ പാട്ട് കേട്ടുകൊണ്ട് സിംഗിങ് ടേക്ക് പ്ലേസ് ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ, ഗ്രാജുവലി they can move back to speak. പാട്ട് കേട്ട് വാക്കുകൾ മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി, they can move back to speaking എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. ഒരു കാര്യം കൂടെ, another study പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മ്യൂസിക്, മെമ്മറി ആൻഡ് ഇമോഷൻ. നമുക്കറിയാം മ്യൂസിക് ഇവോക്സ് സ്ട്രോങ് ഇമോഷൻസ്. വികാരപരമായിട്ട് നമ്മളെ പ്രസിപ്പിക്കാൻ മ്യൂസിക്കിന് കഴിയും. മ്യൂസിക് ഇവോക്സ് സ്ട്രോങ് ഇമോഷൻസ്. ഇമോഷൻസ് വരുമ്പോൾ ഇമോഷൻസ് ബൂസ്റ്റ് മെമ്മറി പ്രോസസ്. ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഓർക്കും അല്ലേ? ഇമോഷൻസ് ബേസ്ഡ് ആകുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഒറ്റപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ച്, അപകടത്തിൽ സംഭവിച്ച് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണെന്ന് വിചാരിക്കുക, ഇമോഷണലാവും. അപ്പോൾ നമുക്ക് ഒത്തിരി ഓർമ്മകൾ വരും. ഇമോഷൻസ് ബൂസ്റ്റ് മെമ്മറി പ്രോസസ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രമല്ല. Thus it can be seen that music is involved in forming memories. ഓർമ്മകൾ ഉണ്ടാക്കാൻ മ്യൂസിക്കിന് സാധിക്കും. ഇങ്ങനെയാണ് മ്യൂസിക് ഇവോക്സ് സ്ട്രോങ് ഇമോഷൻ, ഇമോഷൻ ബൂസ്റ്റ് മെമ്മറി പ്രോസസ്. അങ്ങനെ മ്യൂസിക്കിന് മെമ്മറീസ് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇത് മ്യൂസിക്കിന്റെ ഏതോ ഒരു ഭാഗമായിരിക്കും അല്ലെ? മ്യൂസിക്കിന്റെ ഏതോ ഒരു ഭാഗമായിരിക്കും അവരെ ടച്ച് ചെയ്യുക. പാട്ടുമായി ബന്ധപ്പെട്ട, സംഗീതവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു അറിവാകും, ഒരു ട്യൂണായിരിക്കും, ഒരറിവായിരിക്കും, അതായിരിക്കും കൊണ്ടുവരിക. Several studies have showed that verbal memory and focused attention can improve by listening to favorite music every day. എല്ലാ ദിവസവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുന്നത് കൊണ്ട്, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുന്നത് കൊണ്ട് എന്താണ്? വെർബൽ മെമ്മറി ആൻഡ് ഫോക്കസ്ഡ് അറ്റൻഷൻ കൂടുന്നു. വെർബൽ മെമ്മറി ആൻഡ് ഫോക്കസ്ഡ് അറ്റൻഷൻ കൂടുന്നു എല്ലാ ദിവസവും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ചോയ്സ് ആരാണ് കൊടുക്കേണ്ടത്? മ്യൂസിക് തെറാപ്പിസ്റ്റ് അല്ല ചൂസ് ചെയ്യേണ്ടത്, ആ വ്യക്തിയാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ സെലക്ട് ചെയ്ത് ആ ഒരു പ്ലേ ലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ മോർ എഫക്റ്റ് ആണെന്നാണ് പറയുക. സ്ട്രെസ്സാണ് പലപ്പോഴും ഓർമ്മയ്ക്ക് തടസ്സമായി വരിക. അബ്ദുൽ റഹ്മാൻ സാർ പോയോ? സംസാരിച്ചപ്പോൾ അത് പറഞ്ഞു, സ്ട്രെസ്സാണ് പലപ്പോഴും ഓർമ്മയ്ക്ക് തടസ്സമായി വരുന്നത്. സംഗീതം എന്തൊക്കെ ചെയ്യുന്നു? മിനിമൈസ് സ്ട്രെസ്, then improves mood, allows clear thinking. Listening to music is helpful in increasing connectivity in the brain. ഓക്കെ, നമുക്ക് ഇത്രയും ഇന്നത്തെ മ്യൂസിക് തെറാപ്പി ആയിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത സെഷനിലും മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട അതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫോർഗെറ്റിംഗ്, മറവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇനി നമുക്ക് ഓർമ്മയുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകളിലേക്കാണ് കടക്കേണ്ടത്.
ബാക്കിയുള്ള സമയം പാട്ടുകൾ പാടുന്നതിന്, സംഗീതം ആലപിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട്, ഷിബു ചക്രവർത്തി എഴുതി ഔസേപ്പച്ചൻ സംഗീത സംവിധാനം ചെയ്ത് MG ശ്രീകുമാർ ആലപിച്ച ഒരു ഗാനം. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ നിന്നെ അണിയിക്കാൻ താമരനൂലിന പൊന്നിൻ പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എന്റെ വിളിച്ചു വെച്ചു. മുതേട്ട സുമിത്ര വിളിക്കുന്നു. അതിന്റെ ലാസ്റ്റ് പല്ലവിയുടെ പാടിയിട്ട് നമുക്ക് ബാക്കി പാട്ടുകാരെ തേടാം. കർക്കിടരാവിന്റെ കൽപ്പടവിൽ വന്ന് കാലം കടലാസു തോണി കളിച്ചു, രാവുറങ്ങിടുവാൻ പോകുന്ന കൂരയിൽ പൂവനിരുന്നു പാടി, എന്റെ ഓർമ്മകൾക്കെന്തു ബാല്യം, എന്റെ ഓർമ്മകൾക്കെന്തു ബാല്യം. ഓർമ്മകളോട് കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഇതില് കർക്കിടകരാവിന്റെ കൽപ്പടവിൽ വന്നെന്നുള്ളത് എനിക്ക് തോന്നുന്ന പാട്ടിൽ നമ്മുടെ ചലച്ചിത്രകാരികൾ കേൾക്കുമ്പോൾ അത് കാണാറില്ല എന്ന് തോന്നുന്നു. കർക്കിടകരാവിന്റെ കൽപ്പടവിൽ വന്ന കാലം കടലാസ് തോണി കളിച്ചു. ഇത് മനോഹരമായ രചന. രാവുറങ്ങിയിടുവാൻ പോകുന്ന കൂരയിൽ പൂമനിരുന്നു പാടി, എന്റെ ഓർമ്മകൾ എന്തു ഭാഗ്യം. ഓക്കെ, അടുത്ത ആരാണ് പാടുക? പാടിക്കോളൂ. ജോസഫ് ജോൺ സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. പാട്ട് പാടുന്നുണ്ടോ? ഓ, ചെറുതായിട്ടൊന്ന് നോക്കിയേക്കാം സാറേ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഗമിവേദി, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഗമിവേദി, ഏതോ ശോകാംഗരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഗമി വേദി. താങ്ക് യു സാർ. താങ്ക് യു. മനോഹരമായി പാടി. താങ്ക് യു ഷാജി മാത്യു സാർ. തീർച്ചയായിട്ടും ഇനിയുള്ള സെഷനിൽ വരണം, പാടണം എന്നാണ് അഭ്യർത്ഥന. ഓക്കെ സാർ. സുമംഗലി നീ ഓർമ്മിക്കുമോ? ഓക്കെ. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും മനസ്സില ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. നിൽക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാൻ കഴിയൂ, നിറഞ്ഞ ആദ്യത
ഓക്കെ സാർ. താങ്ക് യു. സാറിന്റെ സൗണ്ട് ഇച്ചിരി കുറവായിരുന്നു, എന്നാലും നല്ല പാട്ടായിരുന്നു. വിവാഹിത എന്ന സിനിമയിൽ 1970 ഇറങ്ങിയ സിനിമയിലെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ വരുന്ന പാട്ടാണ് യേശുദാസ് ആലപിച്ചു കാപ്പി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനം. ഓക്കെ സാറേ നമസ്കാരം. സാറിന്റെ നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല, ഞാനിപ്പോ 8 മണിക്ക് ശേഷം കയറിയത്. ഈ വള്ളം എന്നുള്ള പടത്തിൽ അത് എന്താ സാറേ? റെക്കോർഡ് കേട്ടാൽ മതി. അത് കേൾക്കാം തീർച്ചയായിട്ടും. ഈ വള്ളം എന്നുള്ള പടത്തിൽ ഞാൻ അടുത്തിടെ കേട്ട ഒരു പാട്ട്, മോൾ ആ പാട്ട് വെക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചു എന്താന്നുള്ള. പക്ഷെ അത് നമുക്ക് അത്രക്കും സങ്കടം വരുന്ന, ഒരു ഭാര്യ മരിച്ചിട്ടാകുമ്പോ തോന്നുന്ന ഒരു അവസ്ഥയാണ്. ഉണ്ടാകുമ്പോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അതിന്റെ 4 വരി ഞാൻ പാടാൻ ശ്രമിക്കുന്നു. ഞാനത് പഠിച്ചില്ല ശരിക്കും. ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തൊരാ മഴയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യ. തടസ്സം വന്നല്ലോ സൗണ്ട്. ഭാര്യ മരിച്ചിട്ടാകുമ്പോഴുള്ള ഓക്കെ. ആകാശമായവളെ നല്ല, അതായത് പുതിയ പാട്ടുകളിലും നമുക്ക് ആശാവഹമായ പാട്ടുകളുണ്ട്. പുതിയ സംഗീത സംവിധായകരിലും പ്രതീക്ഷ നൽകുന്നവരുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ആകാശമായവളെ എന്നുള്ള പാട്ട്. ഞാനും ശ്രദ്ധിച്ച ഒരു ഗാനമാണ്. ബിജിലാലാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് നിതീഷ് നടേരി. ഷഹബാസ് അമനാണ് പാടിയിരിക്കുന്നത്. വെള്ളം എന്ന സിനിമ. ബിജി ബാൽ നല്ലൊരു സംഗീത സംവിധായകനാണ്, യുവ സംവിധായകനാണ്, പുതുതലമുറ സംവിധായകനാണ്. താങ്ക് യു പത്മാവതി മാഡം. അടുത്ത പാട്ടിലേക്ക് പോവാം. ആരാണ് അടുത്ത പാട്ട് പാടുന്നത്? റോയ് സാർ. സാർ ഓർമ്മകളുടെ പാട്ടല്ലേ? കുറെ പാട്ടുകളുടെ പേര് പറയാൻ വേണമെങ്കിൽ ഓടിക്കളിക്കുന്ന മുറ്റത്തെ ചക്കരമാകും ചുവട്ടിൽ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പക്ഷെ വേർഡ്സ് മുഴുവൻ ഓർക്കുന്നില്ല. വേറെ വേർഡ്സിന് എളുപ്പമുണ്ട്. ഓർമ്മകൾ ഓടിക്കളിക്കും എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ട് ലിറിക്സ് അടിക്കുക. അപ്പൊ അതിനകത്ത് ലിറിക്സ് കയറി. ഞാൻ നോക്കട്ടെ സാർ. ഓക്കെ, ഒരു പാട്ട് ഞാൻ പറയാം സർ. ആരാ പാടുന്നത്? ശ്രുതിയാണോ ശോഭനയാണോ? മറ്റേ മാഡം പാടിക്കോ. ശോഭന പാടിക്കോളൂ. ഞാനൊരു നാടകഗാനത്തിന്റെ 4 വരി പാടാവേ. പാടാന്ന് വെച്ചാൽ പാടാൻ ശ്രമിക്കാം. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, മലർമഞ്ചൽ തോളിലേറ്റി പോകില്ലേ ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. ഓക്കെ സാർ. ഓക്കെ. അശ്വതി. ഓക്കെ, അത് ONV കുറുപ്പ് രചിച്ച ഗാനം.
ദേവരാജൻ മാഷ് സംഗീതം. CO ആൻഡോ ആണ് ആലപിച്ചത്. ജനനി ജന്മഭൂമി എന്ന നാടകമാണ് എൻ്റെ ഒരു ഓർമ്മ. ശോഭന മാമിന്റെ നല്ല പാട്ടായിരുന്നു. ഞാൻ നന്നായിട്ട് പാടി. ഒരു ഓർമ്മിപ്പിക്കുന്നതാണ്, നല്ല എനിക്ക് ആ സൗണ്ട് പാടാൻ ആയിരുന്നു അറിയില്ല. പ്രധാനമായിട്ട് എടുത്ത് പാട്ടിന്റെ വരി പറയാനുള്ളത്. പറഞ്ഞു തരുന്നു. ഓർമ്മ തൻ വാസന്ത നന്ദത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഡെയ്സി 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 ലലലലല. എവിടെ തിരിഞ്ഞാൽ ഓർമ്മ തൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം, ഒരു പുഷ്പം മാത്രം, ഡെയ്സി. ഓക്കെ. ഭാസ്കരൻ മാഷിന്റെ രചന, ശ്യാം സംഗീതം, യേശുദാസ് ആലപിച്ച ഡെയ്സി തന്നെയാണ് സിനിമ. കുറച്ച് പാടിയില്ലെങ്കിലും അത് ആ പാട്ട് ഓർമ്മിപ്പിച്ചു. നന്ദി അശ്വതി. നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് അല്ലേ? സാറൊക്കെ പാടിക്കൊണ്ട് നടന്നതാണല്ലേ ഡെയ്സി? അത് നല്ല അത്രമാത്രം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടൊരു അപ്പീൽ തരുന്ന ഒരു പാട്ടാണത്. വസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഡെയ്സി 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 ഓർമ്മയിലൊരു ശിശിരം എന്ന് പറഞ്ഞൊരു പാട്ട്. ഓർമ്മയിലൊരു ശിശിരം, ഓർമ്മനിക്കാനൊരു ശിശിരം, ഇലവിരത്തുണ്ടുകളിലമഞ്ഞുതിരും എളിർമരച്ചില്ലകളിൽ കഴുകി വരും തെന്നലിനും പറയാനൊരു ശിശിരം, ഓർമ്മയിലൊരു ശിശിരം, ഓർമ്മനിക്കാനൊരു ശിശിരം, ഇലവിരത്തുണ്ടുകളിലമഞ്ഞുതിരും എളിർമരച്ചില്ലകളിൽ കഴുകി വരും തെന്നലിനും പറയാനൊരു ശിശിരം. ഓക്കെ, താങ്ക് യു സാർ. ഇത് ഒരു പ്രത്യേക കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പാട്ട് പാടി പഠിക്കാൻ പറ്റിയ ഒരു പാട്ടാണ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓർമ്മയിലൊരു ശിശിരം. ഇത് ഉണ്ണിമേനോനാണ് ആലപിച്ചിരിക്കുന്നത്. വളരെ ലളിത സുന്ദരമായ ആലാപന ശൈലിയാണ്. രചനയോ അതും മനോഹരമാണ്. ബിച്ചു തിരുമലയുടെ രചനയാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമയിലെ ഗാനമാണ്. ഓർമ്മയിലൊരു ശിശിരം പാടാനായിട്ട് 4 വരിയെങ്കിലും പാടി പഠിക്കാൻ പറ്റിയ, അതുപോലെ തന്നെ 1000 കണ്ണുമായി എന്നുള്ള പാട്ടും പാടി പഠിക്കാൻ എളുപ്പമുള്ളതാണ്. ഓർമ്മയിലൊരു ശിശിരം അതിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. അടുത്തത് ഓക്കെ, സാറിന്റെ വോയിസിലൊരു പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ. അല്ല, അതിന് ഇന്റർനെറ്റ് സ്റ്റേബിൾ അൺസ്റ്റേബിൾ. സാർ പഠിക്കണോ? നോക്കാം. ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. പഴയൊരു വോയിസ് ബ്രേക്ക് ആവുന്നു സാറേ, വോയിസ് ബ്രേക്ക്. ഓക്കെ, ഞാൻ നിർത്തി. ഓക്കെ, സ്വല്പം മാറുന്നത് സാർ, സ്വല്പം മാറുന്നത്. ട്രൈ ചെയ്ത് നോക്ക് സാറേ. ഈ പിന്നെ കരയുന്ന പുഴ ചിരിക്കുന്നതില് രണ്ടാമത്തെ സെൻസില് മറക്കാൻ പറയാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം
മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിടുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. അവിടെ ഒരു ഓർമ്മയുണ്ട് സാറേ, അവിടെ ഓർമ്മയുണ്ട്, മറവിയുണ്ട്. മറവിയുണ്ട്. അതുണ്ട്. അടുത്ത ആഴ്ച ഉപയോഗിക്കാം. ഇത് പി ഭാസ്കരന്റെ രചനയാണ്. ചിദംബരനാഥ് ആണ് സംഗീതം. യേശുദാസ് പാടി. മുറപ്പെണ്ണ എന്ന സിനിമ, മുറപ്പെണ്ണ പഹാടി രാഗത്തിലാണ്. കരയുന്നു കുഴച്ചിരിക്കുന്നു. വളരെ ഇമോഷണൽ ആയിട്ട് നമ്മുടെ ഒരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പാട്ടാണ്. മറക്കാൻ പറയാൻ എന്ത് എളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കാനുള്ളതാണ് അതിന്റെ എളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിയിടുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. പുഴ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല അല്ലെ? മനസ്സിന്റെ ഒരു അവസ്ഥ എത്ര മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നു പി ഭാസ്കരൻ മാഷ്. താങ്ക് യു രമാവതി മാഡം. അടുത്തത് പക്ഷേ സൗണ്ട് ശരിയാവുന്നില്ല. ഞാൻ മൊബൈലിൽ പാടി നോക്കട്ടെ. ഓക്കെ. ഒരു മിനിറ്റ്, ഓക്കെ സർ. വേറെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ റെഡി ആയിട്ടിരിക്കും. ആരാ പാടാനുള്ളതെന്നൊന്ന് പറഞ്ഞേക്കും. കേൾക്കാം, പക്ഷെ സൗണ്ട് ശരിയല്ലല്ലോ സാറേ. സാറൊന്ന് ട്രൈ ചെയ്തോളൂ. ഹലോ, പാടിക്കോളൂ, നോക്കാം. ഇരയും തീരവും ചുംബിച്ചുറങ്ങി, തരിവളകൾ വീണു കിലുങ്ങി, നദിയുടെ നാണം നുരകളിൽ ഒതുങ്ങി, നനഞ്ഞ വികാരങ്ങൾ മയങ്ങി മയങ്ങി മയങ്ങി, തിരയും ഈരവും ചുംബിച്ചുറങ്ങി. അതില് പറഞ്ഞ പോലെ ഓർമ്മയുണ്ട്, മറവിയുണ്ട്. തൂമണി കാറ്റിനാൽ നൂപുരം കുലുങ്ങി, താളമുണർത്തും തരംഗിണി, സാഗരശയ്യയിൽ രതി സുഖമാടുമ്പോൾ തീരങ്ങളെ നീ ഓർക്കുമോ? തീരയുടെ വേദന മറക്കുമോ? തീരയും തീരവും. നല്ല സെലക്ഷൻ. ഇതിനകത്ത് മറവിയും ഓർമ്മയും വന്നതുകൊണ്ട് അഗെയിൻ താങ്ക് യു സുനിൽ കുമാർ സാർ. ഇത് സിനിമ അവൾ വിശ്വസ്തയായിരുന്നു എന്നുള്ള സിനിമയാണ്. MK അർജുനൻ മാസ്റ്റർ സംഗീതം. സൂപ്പർ. താരം വിജയാണ് ഇങ്ങനെ പാടി ജയറാം പാടിയത്. റോയ് സാറ്, ജോർജ് സാറല്ലേ ഇന്ന്? റോയ് സാറ്, വിൻസെന്റ് സാറ്, വിൻസെന്റ് സാർ പാടാം. ഓമന മാം. സാർ ഞാനൊന്ന് പാടാം. അത് കഴിഞ്ഞ് റോയ് സാറിലേക്ക് പോകാം. മാനസമൈനേ വരൂ, മധുരം നുള്ളിത്തരൂ, നിന്നരുമപ്പുവാടിയിൽ നീ തേടുവതാരേ ആരേ? നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നു പോയോ? കളിക്കൂട്ടുകാരനെ മറന്നുപോയോ എന്നുള്ള ഒരു നല്ല സെലക്ഷൻ. മാനസമൈനേ വരൂ. നമുക്കറിയാം ചെമ്മീൻ വളരെ ചരിത്രം സൃഷ്ടിച്ച, അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണ് ചെമ്മീൻ. അതിലെ
മന്നാടെ ആലപിച്ച ഗാനം. വയലാറാണ് രചന, സലീൽ ചൗധരി. മലയാളി പോലുമല്ല, അത്ര മനോഹരമായിട്ട് സംഗീതം ചെയ്തിരിക്കുന്നു. കളിക്കൂട്ടുകാരനെ മറന്നുപോയത്. താങ്ക് യു ഓമനമാണ്. ഞാൻ ഒരു പാട്ട് കൂടെ പാടാം. റെഡിയായോ? ആരെങ്കിലും റെഡിയാകുന്നുണ്ടെങ്കിൽ ഒരു പാട്ട് ഞാൻ പാടും. റോയ് സാറ് റെഡിയായി കൊണ്ടിരിക്കുന്നു. സാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വേറെ ഇനി ആരുള്ള കളിക്കുവാനെത്തും മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഓർമ്മകളോടിക്കളിക്കുവാനെത്തും മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ കക്കിടവരാവേറ്റ കൽപ്പടവിൽ വന്നു കാലം കടലാസു തോണി കളിച്ചു. കക്കിടരാവേറ്റ കൽപ്പടവിൽ വന്നു കാലം കടലാസു തോണി കളിച്ചു. രാവു വെളുക്കാൻ ചോരുന്ന കൂരയിൽ കൂരിയിരുന്നു ബാല്യം. ഇന്നും ഓർമ്മകൾക്കെന്തു ബാല്യം. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. എന്നനുജത്തിക്കു പൂനിലാവിൽ നിന്നും പൊന്നിൻ ഉടയാട തീർത്തെടുത്തു. വാനിടം നക്ഷത്ര വൈഡൂര്യരത്നത്താൽ മാല കൊരുക്കുകയല്ലേ എന്റെ ഓർമ്മകൾ ഇന്നു ചാർത്താൻ. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓക്കെ സാർ. താങ്ക് യു സാർ. വളരെ മനോഹരമായ പാട്ട്. മുകുന്ദേട്ട സുമുദ്ര വിളിക്കുന്നു എന്നുള്ള സിനിമയിലെയാണ് NG ശ്രീകുമാർ ആലപിച്ചത്. വളരെ പ്രശസ്തമായ ഗാനമാണ്. ഓക്കെ, അടുത്തതാരാ സാറേ? ഒരു കാര്യം നമ്മുടെ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇടുന്നുണ്ട്. നമുക്ക് ഈ ഇന്ന് പാടേണ്ട പാട്ടുകളെല്ലാം ജോസഫ് ജോൺ സാർ കൃത്യമായിട്ട് ഈ മാറ്റിനി ഫ്രീ വെബിനാർ പാട്ട് വിശേഷം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്കാണ് ഇട്ടിരിക്കുന്നത്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ആവും. അപ്പൊ നമുക്ക് ഈ പാട്ടുകൾ പാടാൻ എളുപ്പമുണ്ട്. കാരണം ഓൾറെഡി ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പം അടുത്ത ആഴ്ച ഓർമ്മയും മറവിയും കൂടെ കൂടുന്ന പാട്ടുകളാണ്. അപ്പൊ ജോസഫ് സാർ അത് കൃത്യമായിട്ട് അതിന്റെ പാട്ടുകളുടെ ടൈറ്റിലുകളെല്ലാം എഴുതിയിടാറുണ്ട്. അപ്പം ആ ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ആവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കാര്യം. അല്ലെങ്കിൽ എന്നെയോ ജോസഫ് സാറിനെ വിളിച്ചാലും ഞാൻ ആഡ് ആവും. അപ്പൊ ഈ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ചെയ്യാൻ എളുപ്പം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ഇങ്ങനെ തപ്പി വെക്കുന്നുണ്ട്. ഗ്രൂപ്പില് മാക്സിമം ആൾക്കാർ ആഡ് ചെയ്യപ്പെടട്ടെ. അത് സാറൊന്ന് ശ്രമിച്ചാലേ എല്ലാവരും ഒന്ന് ആഡ് ചെയ്യും. രമാവതി മാഡം ഉൾപ്പെടെയുള്ള സാർ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവരൊക്കെ ഒന്ന് അതിനകത്ത് വരണം. വിൻസെന്റ് സാറ് പാടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ പാടും സാർ? അതില് ഒരു ലളിതഗാനം അങ്ങനല്ലേ സാർ ഓർമ്മകളുടെ? ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ. ഓർമ്മകളെ കാലത്തിനൊക്കുമോ സ്വപ്നത്തിലുള്ളോരൻ ജീവിതയാത്ര തൻ തേർത്തെളിക്കാൻ. ജീവിതയാത്ര തൻ തേർത്തെളിക്കാൻ. ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ. നല്ല ലളിതമാണ്. മറന്നേ. നല്ല നന്നായിരുന്നു. താങ്ക് യു രമാവതി മാഡം. നമുക്ക് അടുത്ത ആഴ്ച ഒരു രാഗം പരിചയപ്പെടാം. ശിവരഞ്ജിനിയാണ്. അത് ഓർമ്മയുമായി ബന്ധപ്പെട്ട ഒരു രാഗമായതുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ശിവരഞ്ജിനി. ഓക്കെ, ശിവരഞ്ജിനി രാഗം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ കൊതിക്കുന്നു പുലർമഞ്ഞു കാലത്തെ
സ്നേഹതീരം പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം മറന്നിട്ടുമെന്തിനു മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൽ ലോലഭാവം. രണ്ടാം ഭാവം എന്ന സിനിമയിലെ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ ടീം, ജയചന്ദ്രനും സുജാതയും ചേർന്ന് ആലപിച്ച പാട്ടാണ് 2001 പുറത്തിറങ്ങിയ ചിത്രം. വളരെ മനോഹരമായ ആലാപനം, നല്ല പാട്ട് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് 4 വരി പാടി. ഇന്ന് ജോർജ് സാർ ഇല്ല സാർ, ജോർജ് സാറിന്റെ പാട്ട് കേട്ടില്ല. അതെ, എന്തെങ്കിലും അത്യാവശ്യം കാണും. സാറിനൊരു സാബു സാർ എന്തോ പറയാൻ വന്നല്ലോ. സാബു സാർ എന്തോ പറയാൻ വന്നു. ഞാനൊരു പാട്ട് പാടാം. ജി ദേവരാജൻ വയലാർ രാമവർമ്മയുടെ കൂട്ടുകെട്ടിൽ KJ യേശുദാസ് പാടിയ വിവാഹിത എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട്, മായാജാലം. മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളിൽ മന്ദസ്മിതമാം മണിവിളക്കഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ മഞ്ജുഭാഷിണികൾ മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളിൽ. ഓക്കെ. സാബു സാർ. പി ഭാസ്കരൻ മാഷ് എഴുതിയ വേറൊരു മനോഹരമായ ഗാനം ഓർമ്മയെക്കുറിച്ചാണ്. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. ഏറ്റവും എന്താണ് വിരോധാഭാസമായി തോന്നിയത്, ഈ പാട്ടെഴുതിയ ഈ ഭാസ്കരൻ മാഷ് അവസാനം അൽഷിമേഴ്സ് അല്ലെങ്കിൽ മറവി രോഗത്തിന് അടിമയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പാട്ട് പോലും ഓർത്തെടുക്കാൻ സാധിക്കാത്ത, ഇത് ആരെഴുതി എന്നാണ് ഒരു പാട്ട് പാടി കേൾപ്പിച്ചപ്പോൾ ചോദിച്ചത് എന്ന് പറയുന്നു. ഓർമ്മയുടെ ആ ഒരു തലം, ഓർമ്മ എന്ന് പറയുന്ന ആ ഒരു ഫാക്കൽറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ഈ പാട്ടിന് ഓർമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ ഓർമ്മയെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി എങ്കിലും പാട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അഭ്യർത്ഥിക്കുക. 4 വരി പാടുക, 4 വരി ലിറിക്സ് കാണാതെ പഠിക്കുക, അതും ഓർമ്മയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഇനി പാടാനുള്ളവർക്ക് പാടാൻ, നമുക്ക് വൈകിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അടുത്ത നമ്മളുടെ ഈ ഒരു ആന്റി ഏജിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂറൽ പുതിയ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിത്. കാരണം എല്ലാ പാട്ടുകളും ലിറിക്സും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ അതൊന്ന് എഴുതി, ഒന്ന് വായിച്ച്, അതൊന്ന് കേട്ട്, പിന്നെ അതൊന്ന് പാടി, പിന്നെ ഇതുപോലെ വേദിയിൽ പാടുമ്പോൾ ചിലപ്പോൾ കോൺഷ്യസ് ആയിട്ട് പാടുമ്പോൾ നമ്മളറിയാതെ തന്നെ ഒരു ന്യൂറൽ പാത്വേ ഡെവലപ്പ് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഒരു പാട്ട് പാടിയിട്ട് കൊള്ളാം, കുഴപ്പമില്ലെന്ന് മനസ്സിൽ തോന്നിയാൽ തന്നെ 4 ഹോർമോണും ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ഇവിടെ ആരും പാട്ടുകാരൊന്നുമില്ല. ഏറ്റവും നല്ല പാട്ടുകാരൻ ജോസഫ് ജോൺ സാർ മാത്രമേ ഉള്ളൂ. നമുക്ക് ജയകുമാർ സാർ വന്നിട്ടുണ്ട്. ജയകുമാർ സാർ ഇപ്പൊ ഇല്ല. ഞാൻ പറഞ്ഞത് എപ്പോഴുമുള്ള അതിലേറ്റവും നമ്മുടെ നേതാവ് ജോസഫ് ജോൺ സാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പാടാം, ഒന്നും പേടിക്കാനില്ല. മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജോസഫ് സാറിനെ എന്നെ വിളിക്കുക. അപ്പൊ ഇന്ന് നമുക്ക് വേറെ ആരും പാടുന്നില്ലെങ്കിൽ നമുക്ക് വായിക്കാം. ജോൺ സാർ കൺക്ലൂഡ് ചെയ്ത് പാട്ട് പാടി. ഓക്കെ, അതാണൊരു പ്രശ്നം. പാടാത്ത പാട്ട് വേണ്ടേ?
നമുക്ക് പഴയ ഒരു പാട്ടിലേക്ക് പോവാം. ഓർമ്മകൾ തൻ തേൻമുള്ളുകൾ വരുന്ന പാട്ടാണ്. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ ആത്മാവിലാനന്ദം ഞാനറിഞ്ഞു, ആശതൻ ദാഹവും ഞാനറിഞ്ഞു. ഓർമ്മകൾ തൻ തേൻമുള്ളുകൾ ഓരോരോ നിലവിലും മൂളിയിടുന്നു, ഓരോ നിമിഷവും നേരുന്നു ഞാൻ, തീരാത്ത ചിന്തയിൽ വീഴുന്നു ഞാൻ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്ന് ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. മറക്കാൻ കഴിയുമോ പ്രേമം മനസ്സിൽ വരയ്ക്കും വർണ്ണ ചിത്രങ്ങൾ, മറയ്ക്കാൻ കഴിയുമോ, മറക്കാൻ കഴിയുമോ പ്രേമം മനസ്സിൽ വരയ്ക്കും വർണ്ണ ചിത്രങ്ങൾ, മായ്ക്കാൻ കഴിയുമോ? ഓക്കെ, നമുക്ക് അതിന്റെ പേര് പറഞ്ഞോളൂ സർ. ഒരു ഗാനം കൂടെ പാടിക്കും പഠിക്കും പാടാനിട്ട് നമുക്ക് മുന്നോട്ട് പഴയൊരു പാട്ടാണ്. യെസ് സാർ. എവിടെ എക്കോ വരുന്നത്? എക്കോ വരുന്നു. പഠിക്കും കുഴപ്പമില്ല. മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ, മന്ദസ്മിതമ മണിവിളക്കുഴിയും മന്ത്രവാദിനികൾ, നിങ്ങൾ മഞ്ജുഭാഷിണികൾ, പുഷ്യരാഗ നഖമുനയാലെ പുഷ്പങ്ങൾ നുള്ളി ജപിച്ചെറിയുമ്പോൾ പൊയ്പോയ വസന്തവും, വസന്തം നൽകിയ സ്വപ്നസഖിയുമെന്നിൽ ഉണർന്നുവല്ലോ. മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ, മന്ദസ്മിതമ മണിവിളക്കുഴിയും മന്ത്രവാദിനികൾ, നിങ്ങൾ മഞ്ജുഭാഷിണികൾ. വിവാഹിതയാണ്. താങ്ക് യു സാർ. മധുര സ്മരണകളെ എന്നുള്ള വാക്ക് വരുന്നുണ്ട്. സ്മരണകൾ അല്ലെ, ഓർമ്മ. താങ്ക് യു ഫോർ ദ സോങ്. എക്കോ ഉണ്ടായിരുന്നെങ്കിലും പാട്ടിന് കുഴപ്പമില്ലായിരുന്നു. പാട്ട് നന്നായിട്ട് കേട്ടോ സാർ. ചെറിയൊരു എക്കോ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? നല്ല സാറേ, മറക്കുമോ എന്നുള്ള സാറ് പാടിയില്ല. മറക്കുമോ നീ എന്റെ മൗനഗാനം ഒരു നാളും കാണാതിരുന്നാൽ കരയുന്ന മിഴികളെ, കാണുമ്പോൾ എല്ലാം മറക്കുന്ന ഹൃദയമേ. ഓക്കെ, ശരി സാർ. ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ, ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാൻ എളുപ്പമല്ല.
കണ്ടതെന്ന് പറഞ്ഞാൽ കാണുന്ന മുഖങ്ങളെ എല്ലാം നമുക്ക് ഓർക്കാൻ പറ്റില്ല, പക്ഷെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയ മുഖം ഈ പ്ലാറ്റ്ഫോമിലുള്ളവരെല്ലാവരും അതും അതിന് ഉദാഹരണങ്ങളാണ്, മറക്കാൻ പറ്റില്ല. താങ്ക് യു വെരി മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു, ഗുഡ് നൈറ്റ്. താങ്ക് യു, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, ഗുഡ് നൈറ്റ്.